ഹലോ കൗണ്ട് ഡൗൺ ഉത്തർപ്രദേശിലേക്ക് സ്വാഗതം. 80 സീറ്റുകളുള്ള രാജ്യത്തെ ഏറ്റവും വലിയ സംസ്ഥാനമാണിത്. പക്ഷേ അത് കേവലം ഒരു മാനസികമായ ഘടകമല്ല, ഇത് രാഷ്ട്രീയമായി വളരെ നിർണായകമാണ് ഈ തെരഞ്ഞെടുപ്പിലും എല്ലാ തിരഞ്ഞെടുപ്പുകളിലും. അതിനാൽ ഞങ്ങൾ ഉത്തർപ്രദേശ് ഉടനീളം ഒരു യാത്ര ചെയ്യാൻ തീരുമാനിച്ചു. ഞങ്ങൾ വാരണാസിയിൽ ആരംഭിച്ചു, വീണ്ടും ഒരു നിർണായക സ്ഥലം. അതാണ് പ്രധാനമന്ത്രിയുടെ മണ്ഡലം, ഹിന്ദുമതത്തിന്റെ ഹൃദയം, ഘാട്ടുകൾ. തെരഞ്ഞെടുപ്പിൽ ആര് ജയിക്കും? മോദി. കഴിഞ്ഞ തവണ നിങ്ങൾ ആർക്കാണ് വോട്ട് ചെയ്തത്? മോദി. അതിനു മുൻപ് മോദി. പിന്നെ അതിനുശേഷം മോദി. ഈ തിരഞ്ഞെടുപ്പിൽ മിക്കവാറും BJP അധികാരത്തിൽ വരും. ശരി, മിക്കവാറും. നീ എവിടെ നിന്ന് വരുന്നു? ബാംഗ്ലൂർ. ഞാൻ ബാംഗ്ലൂരിൽ നിന്നാണ്. ഓ, നിങ്ങൾ ബാംഗ്ലൂരിൽ നിന്നാണോ? ശരി ശരി. താങ്കൾക്ക് എന്ത് തോന്നുന്നു, ആര് ജയിക്കും? BJP. അതെ, അവസാനമായി നിങ്ങൾ ആർക്കാണ് വോട്ട് ചെയ്തത്? കഴിഞ്ഞ തവണയും ഞാൻ വോട്ട് ചെയ്തത് BJPക്ക് ആയിരുന്നു. BJP ജയിക്കും. ഇത്തവണ മോദി ജയിക്കാൻ പോകുന്നു. തുടർന്ന് ഉത്തർപ്രദേശിന്റെ തലസ്ഥാനമായ യോഗി ആദിത്യനാഥ് മുഖ്യമന്ത്രിയായ ലക്നൌവിലേക്ക് പോയി. കഴിഞ്ഞ തവണ ഞങ്ങൾ സന്ദർശിച്ചതിന് ശേഷം വളരെയധികം വികസനം ഉണ്ടായിട്ടുണ്ട്. യോഗി മോദി സർക്കാർ പ്രതീക്ഷിക്കാമോ? രാമന് മോദിയെ കിട്ടിയെന്നാണ് ചില ഭക്തർ പറയുന്നത്. രാമമന്ദിർ സെക്ഷൻ 370 അടിസ്ഥാനമാക്കി നിങ്ങൾ എത്ര ദിവസത്തേക്ക് വോട്ട് ചോദിക്കും? എല്ലാം ഇപ്പോൾ പഴയതാണ്, ഇപ്പോൾ ഒന്നും ആലോചിക്കാനില്ല. സർക്കാർ ജോലിക്കായി മാത്രം ശ്രമിക്കുന്നവർക്ക് തൊഴിലില്ലായ്മ അനുഭവപ്പെടുന്നു, മറ്റുള്ളവർക്കെല്ലാം എനിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ആളുകളെ കണ്ടെത്തുന്നില്ല. വിലപ്പെരുപ്പം കൂടുന്നു, എന്നാൽ തൊഴിലില്ലായ്മ പരിധിയേക്കാൾ കൂടുതലാണ്. സ്വാതന്ത്ര്യം മുതൽ അഴിമതി എപ്പോഴും ഉണ്ടായിരുന്നു. പിന്നെ BJP, മായാവതി, അഖിലേഷ് യാദവ് എല്ലാവരും അഴിമതിക്കാരാണ്. ആരെയാണ് തിരഞ്ഞെടുക്കേണ്ടത്? വിവേകത്തോടെ തിരഞ്ഞെടുക്കുക. നമ്മുടെ രാമനെ ആർക്കാണോ കിട്ടിയത് അവർ തിരഞ്ഞെടുപ്പിൽ ലീഡ് ചെയ്യുന്നു. മോദി വന്നതിന് ശേഷം ജാതി ഒരു പങ്ക് വഹിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. വികസനം നടക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു, പക്ഷേ എന്റെ നഗരത്തിൽ വികസനമില്ല. കാൺപൂരിൽ നോക്കിയാൽ റോഡുകളില്ല, അടിസ്ഥാന സൗകര്യങ്ങളില്ല, വൃത്തിഹീനമായി കിടക്കുകയാണ്. അത് കൂടുതൽ വൃത്തിഹീനമായിക്കൊണ്ടിരിക്കുകയാണ്. തൊഴിലില്ലായ്മ അതിന്റെ ഉച്ചസ്ഥായിലാണ്. ഇപ്പോൾ സാർ പറയുന്നത് BJPയെ പിന്തുണയ്ക്കുമെന്ന്. തൊഴിലില്ലായ്മയ്ക്ക് ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല. രാജ്യത്തിന്റെ വികസനത്തിൽ വ്യത്യാസം കാണാം, അതാണ് പ്രധാനം. ക്രമസമാധാനമല്ലാതെ മറ്റൊന്നും ഈ സർക്കാരിൽ ശക്തമല്ല. നല്ല അറിവുള്ള ബിസിനസ്സുകാർ നല്ല രീതിയിൽ ജീവിക്കുന്നു. ഡിജിറ്റലായി അറിവില്ലാത്ത പാവപ്പെട്ടവരാണ് പ്രയാസം നേരിടുന്നത്. അവിടെ നിന്ന് ഞങ്ങൾ അയോധ്യയിലേക്ക് പോയി. വികാരം എത്രത്തോളം നിലകൊള്ളുന്നു എന്നത് മറ്റുള്ളവരിൽ നിന്നും കേൾക്കുന്നതിനു പകരം ഭൂമിയിൽ അത് യഥാർത്ഥത്തിൽ എങ്ങനെയിരിക്കുന്നുവെന്ന് നേരിട്ട് കാണാൻ അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ പ്രതിഭാസങ്ങളും നമുക്ക് അനുഭവിക്കാൻ കഴിഞ്ഞു. തുടർന്ന് ഞങ്ങൾ ആഗ്രയിലേക്ക് പോയി. അവിടെ ഞങ്ങൾ താജ്മഹൽ കണ്ടു, പ്രണയത്തിന്റെ പ്രതീകമായി അറിയപ്പെടുന്ന സ്മാരകം. അതിനാൽ ഉത്തർപ്രദേശിലുടനീളമുള്ള ഞങ്ങളുടെ യാത്രകളിൽ ഞങ്ങൾ BJP ശക്തരായ പ്രദേശങ്ങളിലാണോ അതോ അവർ അത്ര ശക്തമല്ലാത്ത പ്രദേശങ്ങളിലാണോ സഞ്ചരിക്കുന്നതെന്ന് അറിയാൻ ഞങ്ങൾ ആഗ്രഹിച്ചു. അങ്ങനെ ഞങ്ങൾക്ക് സാമ്പിൾ വിതരണം ചെയ്തു. മധ്യഭാഗത്ത് BJP അല്പം ദുർബലമാണെങ്കിലും വടക്കും തെക്കും ഭാഗങ്ങളിൽ BJPയും NDAയും ശക്തമായി നിലകൊള്ളുന്ന മേഖലയാണിത്. അവർ ദുർബലരായിരിക്കുന്നിടത്ത് പോലും അവർ ദുർബലല്ല, ശക്തി കുറവാണ്. ഇത്തവണത്തെ പോളിംഗ് ശതമാനം കുറഞ്ഞു എന്നതാണ് നമ്മൾ ശ്രദ്ധിച്ചത്. ചൂട് കാരണം എന്നാണ് പലരും പറയുന്നതെങ്കിലും 5 വർഷം മുമ്പ് ഇതേ സമയത്താണ് മുൻ തിരഞ്ഞെടുപ്പുകൾ നടന്നത്. കനത്ത ചൂടായിരുന്നു. അതിനാൽ പോളിംഗ് ശതമാനം കുറഞ്ഞു. പൊതുവെ കുറഞ്ഞ പോളിംഗ് ശതമാനം ആരെയാണ് സഹായിക്കുന്നത്? പല വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലും പോളിംഗ് ശതമാനം കുറഞ്ഞതായി കാണാം. അത് ആരെയാണ് സഹായിക്കുന്നത്? കഴിഞ്ഞ 20 വർഷത്തെ ഞങ്ങളുടെ വിശകലനം കാണിക്കുന്നത് കുറഞ്ഞ പോളിംഗ് സീറ്റുകൾ BJPയെ സഹായിക്കാൻ പ്രവണത കാണിക്കുന്നു. കാരണം അത് കേഡർ അധിഷ്ഠിത പാർട്ടിയായതിനാൽ അവർ തങ്ങളുടെ വോട്ടർമാരെ എന്തു വന്നാലും പുറത്തു കൊണ്ടുവരുന്നു. പക്ഷേ കേഡർ അധിഷ്ഠിതമല്ലാത്ത പാർട്ടികൾ തങ്ങളുടെ വോട്ടർമാരും പിന്തുണക്കാരും സ്വമേധയാ മത്സരിക്കണമെന്ന് പ്രതീക്ഷിക്കുകയും പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്നു. അപ്പോൾ വോട്ടിംഗ് ശതമാനം കുറവായ ഡോറാബ് ഇത് BJPക്ക് അനുകൂലമായ സൂചനയാണോ? ശരി. സിദ്ധാന്തമനുസരിച്ച് BJPക്ക് രാജ്യത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ഒരു പേജ് നോക്കുന്ന ഒരു പന്ന പ്രമുഖ ഉണ്ട്, അല്ലെങ്കിൽ അവർ കഠിനമായി പോരാടുന്ന ഓരോ ഭാഗവും. അതിനാൽ നിരന്തര സമ്പർക്കം, പോളിംഗ് ദിവസം ആളെ പുറത്തെടുക്കുക, പോളിംഗ് ബൂത്തിൽ എത്താൻ നിങ്ങളെ ഏതു വിധത്തിലും സഹായിക്കുക, അതാണ് വോട്ട് നേടാനുള്ള വഴി.
അതിനാൽ ഇവ നിർബന്ധിത വോട്ടുകളാണ്. മറ്റുള്ളവർ ഉത്സാഹത്തെയോ സംഭവിച്ച ചില സംഭവങ്ങളെയോ അല്ലെങ്കിൽ വന്ന മഹാനായ പ്രഭാഷകനെയോ ആശ്രയിച്ചിരിക്കണം. അതിനാൽ ലോകമെമ്പാടുമുള്ള കേഡർ അധിഷ്ഠിത പാർട്ടികൾക്ക് കൂടുതൽ ശക്തമായ അടിത്തറയുണ്ട്. അവർക്ക് കുറച്ച് ഫർണിഷിംഗ് മാത്രമേ ചെയ്യാനുള്ളൂ. മറ്റു പാർട്ടികൾക്ക് എല്ലാം സ്ഥിരപ്പെടുത്തേണ്ടി വരും, കാരണം അവർക്ക് കേഡർമാരില്ല. അജയ്, പടിഞ്ഞാറൻ ഭാഗങ്ങളിൽ പോളിംഗ് ശതമാനം കുറവായതിനാൽ ഏത് തരത്തിലുള്ള വോട്ടർമാരാണ് പുറത്തു വരുന്നതെന്ന് നിങ്ങൾക്ക് കണക്കാക്കാനാകുമോ? ഒന്നും ഉറപ്പുള്ളതും വിശ്വസനീയവുമായ ഡാറ്റയില്ല എന്നതിനാൽ ഇത് വളരെ വൈകാരികമായ തിരഞ്ഞെടുപ്പാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ, അതോ നേരായതോ? രണ്ടാമതായി, ആദ്യ തിരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്ന ആവേശവും ഇത്തവണ കാണാനില്ല. തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടവും തുടർന്നുള്ള കുറഞ്ഞ വോട്ടിന്റെ ശതമാനവും കുറച്ചുപേരെ ഗോസിപ്പ് ചെയ്യാൻ പ്രേരിപ്പിച്ചു. മാധ്യമപ്രവർത്തകരും മറ്റും പലരോടും സംസാരിച്ച് ഞങ്ങൾ മനസ്സിലാക്കിയ ഒരു കാര്യം, നിലവിലെ തെരഞ്ഞെടുപ്പിൽ ഭൂരിഭാഗം വോട്ടർമാരും വളരെ അസ്വസ്ഥരായിരുന്നു, അതിനാൽ വോട്ട് ചെയ്യാൻ പോയില്ല എന്നതാണ്. അവർ തങ്ങളുടെ ആശങ്കകൾ പറഞ്ഞതുമില്ല, വോട്ട് ചെയ്യാനും പോയില്ല. വിഷയത്തിൽ വിവിധ ആളുകൾക്ക് വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. ഇപ്രാവശ്യം ഹിന്ദു വോട്ടർമാർ വളരെ കുറവാണെന്ന് ചിലർ പറഞ്ഞു. കട്ട് ഓഫ് ഉള്ളതിനാൽ അവർക്ക് പാടത്ത പണിയുണ്ട്. ആദ്യഘട്ടത്തിൽ പടിഞ്ഞാറൻ ഉത്തർപ്രദേശിൽ 20 സീറ്റുകളാണ് ഉണ്ടായിരുന്നതെന്നും എല്ലാ സഖ്യകക്ഷികളും സ്ഥാനാർത്ഥികളായിട്ടും BJP 20-ൽ 13 സീറ്റുകൾ നേടിയെന്നും ചിലർ പ്രസ്താവിച്ചു. ഇത്തവണ 8 സീറ്റുകൾ പരിഗണിക്കുകയാണെങ്കിൽ പൊതുവെ വോട്ടിന്റെ ശതമാനം കുറഞ്ഞതിനാൽ BJPയുടെ തിരഞ്ഞെടുപ്പിന് അത് ദോഷം ചെയ്യുമെന്ന് ജനങ്ങൾ വിശ്വസിക്കുന്നു. എന്നാൽ വോട്ട് ശതമാനത്തിന്റെ കാര്യം വരുമ്പോൾ കാണാനും പരിഗണിക്കാനും ഇനിയും ഏറെ ബാക്കിയുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കഴിഞ്ഞ 5-6 തിരഞ്ഞെടുപ്പുകൾ നോക്കാം. 2014 BJP എങ്ങനെയായിരുന്നു? BJP NDA പാർട്ടികൾക്ക് 43% വോട്ടുകളാണ് ലോക്സഭയിലേക്ക് ലഭിച്ചത്. പിന്നെ 2017 നിയമസഭാ തിരഞ്ഞെടുപ്പ് കാലത്ത് അത് 41 കുറഞ്ഞു. ലോക്സഭാ നിയമസഭയിൽ മോദി നിർണായകമായതിനാലും അദ്ദേഹത്തിന്റെ സാന്നിധ്യമില്ലായ്മ അത് അല്പം കുറയാൻ കാരണമായതിനാലുമായിരുന്നു ഇത്. എന്നാൽ പിന്നീട് 2019 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വോട്ട് വിഹിതം 10% വർദ്ധിച്ച് 51%. പുൽവാമോദി എന്ന് വിളിക്കപ്പെടുന്ന പ്രഭാവമാണ് ഈ വൻ വർധനവിന് കാരണമായി എല്ലാവരും പറയുന്നത്. എന്നിരുന്നാലും ഇത് നീണ്ടുനിന്നില്ലെന്ന് ഞങ്ങൾക്കറിയാം, കാരണം 22 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ പുൽവാമ പ്രഭാവത്തിന് മുമ്പുള്ളതുപോലെ NDA വോട്ട് 44% കുറഞ്ഞു. 2019 പോലെ NDA ഒരിക്കൽ കൂടി മികച്ച പ്രകടനം നടത്താത്ത പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളും ഞങ്ങൾ ട്രാക്ക് ചെയ്തു. അതിനാൽ പുൽവാമ പ്രഭാവം വ്യക്തമായി ഇല്ലാതായി. ഇപ്പോൾ ജാതി പുൽവാമ പ്രഭാവം മാറ്റിസ്ഥാപിക്കുകയാണെന്ന് ആളുകൾ പറയുന്നു. ജാതി സമവാക്യങ്ങൾ പരിശോധിച്ചാൽ ഉത്തർപ്രദേശിൽ അവ വളരെ നിർണായകമാണ്. ഇത് ശരിക്കും ഒരു പ്രധാന ഘടകമാണ്. തീർച്ചയായും തൊഴിലില്ലായ്മ ഒരു പ്രധാന പ്രശ്നമാണ്. ജോലി ലഭിക്കുന്നത് നിർണായകമാണ്. അതുകൂടാതെ മറ്റു പല ഘടകങ്ങളുമുണ്ട്. എന്നാൽ ജാതി ഒരു ഘടകമായി മുന്നിൽ നിൽക്കുന്നു. ഉത്തർപ്രദേശിൽ ജാതി വിഭജനം നടക്കുന്നത് ഇങ്ങനെയാണ്. 29 ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ BJPക്കും NDAയ്ക്കും വോട്ട് ചെയ്ത ജാതികൾ ഉയർന്ന ജാതിക്കാരായിരുന്നു. ബ്രാഹ്മണർ, രജപുത്രർ, ഭൂമിയാർ, ബനിയകൾ എന്നിവർ 74% വോട്ട് വിഹിതവുമായി മുന്നിട്ട് നിൽക്കുന്നു. OBC 71%. EBC വളരെ കുറവാണ്, ഏകദേശം 54%. മറുവശത്ത് മഹാഗത്ബന്ധൻ വേണ്ടി വോട്ട് ചെയ്ത ജാതി, അതായത് SPക്കും BSPക്കും യാദവർ 65%, മുസ്ലിങ്ങൾക്ക് 68%, ജാദവുകൾ 60%. അങ്ങനെയാണ് ഈ പാറ്റേൺ വികസിച്ചത്. ഇപ്പോൾ അഖിലേഷ് യാദവ് ചെയ്യാൻ ശ്രമിക്കുന്നത് തന്റെ അടിത്തറ വിശാലമാക്കാനും മായാവതി തന്റെ അടിത്തറ ഉറപ്പിക്കാനുമാണ്. അപ്പോൾ ദോറാബ്, ഈ തെരഞ്ഞെടുപ്പിൽ ജാതി ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അത് മറ്റെല്ലാം മറികടക്കുമോ? യുപിയിൽ ജാതി എല്ലായ്പ്പോഴും ഒരു പ്രധാന ഘടകമാണെന്ന് ഞാൻ കരുതുന്നു. പക്ഷേ അത് മാത്രമല്ല ഘടകം. അതുകൊണ്ടാണ് ആളുകൾ വിവിധ ജാതികളിൽ സീറ്റുകൾ വിതരണം ചെയ്യുന്നതെന്ന് ഞാൻ കരുതുന്നു. നിങ്ങൾക്ക് ജാതിയെ മൊത്തത്തിൽ ഒരു ഘടകമായി തള്ളിക്കളയാനാവില്ല. എന്നാൽ രാമക്ഷേത്രം പോലുള്ള പ്രശ്നങ്ങൾക്ക് വലിയ സ്വാധീനമുണ്ട്. ഇത്തവണ അത് പരിഗണിക്കേണ്ടതുണ്ട്. എന്നാൽ ഇത് നേരായ ജാതി പോരാട്ടമല്ല. നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ ആളുകൾ അവരുടെ അടിത്തറ വിശാലമാക്കാൻ ശ്രമിക്കുന്നു. അഖിലേഷ് യാദവ് ഇനി ഒരു യാദവ സ്ഥാനാർത്ഥിയായി മാത്രം കാണാൻ ആഗ്രഹിക്കുന്നില്ല. തന്റെ അടിത്തറ വിശാലമാക്കാനും മറ്റ് OBC, SC, ST ഗ്രൂപ്പുകളിലേക്കും എത്തിച്ചേരാനും അദ്ദേഹം ആഗ്രഹിക്കുന്നു. ഭൂരിപക്ഷം വോട്ട് ബാങ്കുകളുടെയും പിന്തുണ BJPക്ക് ഉള്ളതിനാൽ എല്ലാവരും ഒരേ അടിത്തറ വിശാലമാക്കാനാണ് ശ്രമിക്കുന്നതെന്ന് ഞാൻ കരുതുന്നു. ബാക്കിയുള്ളവരും അങ്ങനെ ചെയ്യുമോ എന്ന് നോക്കുകയാണ്. അല്ലാത്തപക്ഷം BJPയെ തോൽപ്പിക്കാൻ വഴിയില്ല. BJPയുടെ ഏറ്റവും വലിയ പിന്തുണക്കാരില്ലാത്ത പട്ടികജാതി വിഭാഗങ്ങളെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ അവർ ഉത്തർപ്രദേശിന്റെ വടക്ക് പടിഞ്ഞാറ്, തെക്കിഴക്ക് ഭാഗങ്ങളിൽ മാത്രമായി വ്യാപിച്ചു കിടക്കുന്നു.
BJPയെ സംബന്ധിച്ചിടത്തോളം ഇത് ഭാഗ്യമാണ്, കാരണം അത് മുഴുവൻ സെൻട്രൽ ബെൽറ്റും വോട്ടിനായി തുറന്നിടുന്നു. അജയ്, ഈ തിരഞ്ഞെടുപ്പ് ജാതിയുടെ ഘടകത്താൽ മാത്രം ഭരിക്കപ്പെടുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? അതോ തൊഴിൽ, ജോലി തുടങ്ങിയ മറ്റ് ഘടകങ്ങളും പ്രവർത്തിക്കുന്നുണ്ടോ? ജാതി തീർച്ചയായും കൂടുതൽ പ്രബലമാണെന്ന് എനിക്ക് തോന്നുന്നു. അതിനാൽ രാഷ്ട്രത്തിന് വേണ്ടി കഠിനാധ്വാനം ചെയ്തിട്ടും യുപിയിൽ വിശ്വസിക്കുന്നതിനാൽ ജാതി കോട്ടയിലൂടെ മാത്രമേ അവർക്ക് തെരഞ്ഞെടുപ്പിൽ വിജയിക്കാനാകൂ എന്ന് BJP ഗൗരവമായി പരിഗണിക്കുകയും ജാതി സഖ്യത്തിനായി പ്രവർത്തിക്കുകയും ചെയ്യുന്നു. BJPയുടേതുപോലെ ജാതികളെ ബന്ധിപ്പിക്കാൻ അഖിലേഷ് യാദവിന് കഴിഞ്ഞില്ല. അതിനാൽ തൊഴിലില്ലായ്മ തുടങ്ങിയ പ്രശ്നങ്ങൾ ഉപേക്ഷിച്ച് ജാതിയാണ് ഏറ്റവും വലിയ ഘടകം. വാസ്തവത്തിൽ ഇന്നലെ ഞങ്ങൾ UPയിലൂടെ സഞ്ചരിക്കുമ്പോൾ എല്ലാവരും പ്രധാന പ്രശ്നമായി തൊഴിലില്ലായ്മയെക്കുറിച്ച് സംസാരിക്കുന്നതായി ഞങ്ങൾ കണ്ടെത്തി. എന്നാൽ പിന്നീട് അവർ ജാതിക്ക് വോട്ട് ചെയ്തു. ഞാൻ BSPക്ക് വോട്ട് ചെയ്യും, അല്ലെങ്കിൽ ഞാൻ SP അല്ലെങ്കിൽ BJPക്ക് വോട്ട് ചെയ്യും എന്ന് അവർ പറഞ്ഞു. അങ്ങനെ അവസാനം തൊഴിലില്ലായ്മ എല്ലാവർക്കും ബാധകമാണെങ്കിലും ജാതിയാണ് അവരെ നയിക്കുന്ന അവസാന ഘടകം. ജാതി എത്രമാത്രം പ്രാധാന്യമർഹിക്കുന്നു എന്നതിനെക്കുറിച്ചുള്ള വയലുകളിൽ നിന്നും ഗ്രാമങ്ങളിൽ നിന്നുമുള്ള ചില ശബ്ദങ്ങൾ നമുക്ക് കേൾക്കാം. അവയിലെ ഏതെങ്കിലും സർക്കാരിൽ നിന്ന് എന്തെങ്കിലും ആനുകൂല്യം നിങ്ങൾ കണ്ടെത്തിയോ? പാർട്ടി ഭേദമില്ലാതെ ഞങ്ങൾക്ക് ഒരു പ്രയോജനവും ലഭിച്ചില്ല. മായാവതിയിൽ നിന്നോ മറ്റുള്ളവരിൽ നിന്നോ ഒന്നും? ഇല്ല, ഏതെങ്കിലും പാർട്ടിയിൽ നിന്നല്ല, കോൺഗ്രസല്ല, മായാവതിയല്ല, ആരിൽ നിന്നുമില്ല. BJPയിൽ നിന്നു പോലുമില്ലേ? ഇല്ല, അവരിൽ നിന്നുപോലും ഒന്നും ലഭിച്ചിട്ടില്ല. പിന്നെ എന്തിന് BJPക്ക് വോട്ട് ചെയ്തു? സമൂഹം. നമ്മുടെ സംസ്ഥാനം നന്നായി വികസിപ്പിക്കുന്ന ഒരാളെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. വിദ്യാഭ്യാസവും ആരോഗ്യവും തുടർനടപടികൾ, സ്കൂളുകൾ, കോളേജുകൾ, ആശുപത്രികൾ എന്നിവ നിർമ്മിക്കും. സംസ്ഥാനത്തിന്റെ പുരോഗതിക്കായി പ്രവർത്തിക്കുന്നവർ. ഉത്തർപ്രദേശിന്റെ വികസനത്തിന് മോദിയോ അഖിലേഷോ ആരാണ് നല്ലതെന്ന് നിങ്ങൾ കരുതുന്നു? ഇവിടെ നിന്ന് അഖിലേഷാണ് നല്ലത്. അഖിലേഷ് മുന്നിലാണ്. ആരാണ് മുന്നിൽ, മോദിയോ അഖിലേഷോ? ഇവിടെ അഖിലേഷാണ്. കാരണം അദ്ദേഹം ഈ പ്രദേശത്തെ രാഷ്ട്രീയക്കാരനായതിനാൽ അത് അഖിലേഷാണ്. അഖിലേഷ് നമ്മുടെ സിലയിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ ഈ സിലയുടെ ഉന്നമനത്തിനായി അദ്ദേഹം പ്രവർത്തിക്കും. ഇവിടെ യുപിയിൽ അഖിലേഷ് മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നു. എന്നാൽ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം മോദിയാണ് മികച്ചത്. ഞാനൊരു യാദവനാണ്. അപ്പോൾ നിങ്ങൾ ആർക്ക് വോട്ട് ചെയ്യും? ഞങ്ങളുടെ പ്രദേശത്തുള്ള എല്ലാവരും ഡിംപിൾ യാദവിന് മാത്രമാണ് വോട്ട് ചെയ്യുന്നത്. മോദിയുടെ കാര്യമോ? മോദിയും ഡിംപിളും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഞങ്ങൾ ഒരു വ്യത്യാസവും കാര്യമാക്കുന്നില്ല. ഞങ്ങളുടെ സ്വന്തം സമുദായത്തിൽ നിന്നുള്ളവർക്ക് വോട്ട് ചെയ്യാൻ മാത്രമാണ് ഞങ്ങൾ നോക്കുന്നത്. നമ്മുടെ സമൂഹത്തെയും അതിന്റെ രാഷ്ട്രീയത്തെയും നമ്മൾ വിജയിപ്പിക്കും. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും അവർ 3 ലക്ഷത്തിലധികം വോട്ടുകൾ നേടി. എല്ലാവരും വോട്ട് ചെയ്യുന്നത് അവരുടെ കമ്മ്യൂണിറ്റിയിൽ എന്തെങ്കിലും പ്രതീക്ഷയോടെയാണ്. ഈ പാർട്ടിയിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും നേട്ടമുണ്ടാകും, അവരുടെ ഭരണത്തിൽ നിന്ന് നമുക്ക് നേട്ടമുണ്ടാകും. ഇത് അഖിലേഷിന്റെ വീടാണ്. തീർച്ചയായും അദ്ദേഹം മാത്രമേ ഭരിക്കുകയുള്ളൂ. അവൻ വേറെ എവിടെ ചെയ്യും? തിരഞ്ഞെടുപ്പിന്റെ പിരിമുറുക്കം നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ടോ? തെരഞ്ഞെടുപ്പുകൾ വലിയ സ്വാധീനമുള്ള ആളുകൾക്കുള്ളതാണ്. എനിക്ക് ഇതിനെക്കുറിച്ച് ഒന്നും അറിയില്ല. ഞങ്ങൾ വോട്ട് ചെയ്യും. ഞങ്ങൾ വോട്ട് ചെയ്തു. ഞങ്ങളുടെ ഗ്രാമം മുഴുവൻ ഒരുമിച്ച് വോട്ട് ചെയ്യാൻ പോകുന്നു. അതിനാൽ സമാജ്വാദി പാർട്ടി എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിലേക്ക് നമുക്ക് പോകാം. അഖിലേഷും ഡിംപിളും ഈ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയുണ്ടെന്ന് നോക്കാം. കഴിഞ്ഞ 4-5 തിരഞ്ഞെടുപ്പുകളിലെ പ്രവണത എന്താണ്? ശരി, നിങ്ങൾ 2014 പോയി. ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ വോട്ട് വിഹിതം കണ്ടാൽ അവർക്ക് 22% ലഭിച്ചു. പിന്നീട് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും 22% കിട്ടി. അവർക്ക് യാതൊരു പുരോഗതിയും ഉണ്ടായില്ല എന്നർത്ഥം. പിന്നീട് 2019 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അവർ 22-ൽ നിന്ന് 18% കുറഞ്ഞു. അപ്പോഴാണ് അവർ മായാവതിയുമായി സഖ്യത്തിലായത്. ആ സഖ്യം പ്രവർത്തിച്ചോ ഇല്ലയോ എന്ന് ഞങ്ങൾ പരിശോധിക്കും. ഇപ്പോൾ അവർ വേർപിരിഞ്ഞതിനാൽ ബന്ധപ്പെട്ട ഓരോ കക്ഷികൾക്കും ഇത് നല്ലതാണോ മോശമാണോ? 22 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ സമാജ്വാദി പാർട്ടിയുടെ വോട്ട് 18%-ൽ നിന്ന് 32%-ആയി ഉയർന്നു എന്നതാണ് ശ്രദ്ധേയം. അതായത് 14% വർധന. വാസ്തവത്തിൽ 2019 നമ്മൾ സംസാരിച്ച BJP വർധനവിനേക്കാൾ വലുതാണ് അത്. 23 പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകൾ നോക്കുമ്പോൾ 2019 എത്ര മികച്ച പ്രകടനം കാഴ്ചവെക്കാനായില്ല. ഇത് നന്നായി മനസ്സിലാക്കാൻ ഞങ്ങൾ അഖിലേഷ് യാദവിനോട് അദ്ദേഹത്തിന്റെ തന്ത്രത്തെക്കുറിച്ച് ചോദിച്ചു. ഡോറാബ് ഇപ്പോൾ പറയുന്നത് പോലെ തന്നെ പിന്തുണയ്ക്കുന്ന ജാതികളുടെ എണ്ണം വർദ്ധിപ്പിക്കുക എന്നതാണ് അദ്ദേഹത്തിന്റെ തന്ത്രമെന്ന് അദ്ദേഹത്തിന്റെ ഉത്തരങ്ങളിൽ നിന്ന് വ്യക്തമാണ്. അദ്ദേഹത്തിന്റെ പുതിയ തന്ത്രം എന്താണെന്നും അദ്ദേഹത്തിന്റെ PTA ഈ തിരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് നിർണായകമായ 3 അക്ഷരങ്ങൾ കേൾക്കൂ. നേതാജിയും ഭീംറാവുവും പിച്ചെ അല്ലെങ്കിൽ അടിച്ചമർത്തപ്പെട്ട വിഭാഗങ്ങൾ, ദലിത്, അൽപസംഖ്യാക വ്യക്തികൾ അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങളുടെ ഉന്നമനത്തിനായി അക്ഷീണം പ്രവർത്തിച്ചപ്പോൾ സമാജ്വാദി പാർട്ടി എല്ലായ്പ്പോഴും അത്തരം ആദർശങ്ങളെ പിന്തുണച്ചിട്ടുണ്ട്. അത് മുസ്ലിം, ക്രിസ്ത്യൻ അല്ലെങ്കിൽ ഗോത്ര ന്യൂനപക്ഷങ്ങളെ സംബന്ധിച്ചിടത്തോളമായാൽ പോലും.
അവരുടെ അവകാശങ്ങൾക്കായുള്ള പോരാട്ടം കാലങ്ങളായുള്ള പോരാട്ടമാണ്. അതിനായി ഞങ്ങൾ പ്രവർത്തിക്കുകയും അവരുടെ പ്രാതിനിധ്യം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ഈ തന്ത്രത്തോടെ മത്സരിക്കാൻ എൻഡിഎക്കും ബിജെപിക്കും കഴിയില്ല. അവരുടെ അവകാശങ്ങൾക്കായുള്ള ഈ പോരാട്ടം, അവരുടെ ബഹുമാനം വളരെ പഴയ പോരാട്ടമാണ്. അവരുടെ അവകാശങ്ങൾക്കായി ഞങ്ങൾ പോരാടും. ഈ ഗ്രൂപ്പിനെ വളർത്താനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. പിഡിയുടെ മുന്നിൽ എൻഡിഎ ഭയക്കുന്നു. പിഡിയുടെ മുന്നിൽ എൻഡിഎ വിലക്കുന്നു. അവർക്ക് ഉത്തരമില്ല. വൈസ് ചാൻസലർ നിയമനം അവരോട് ചോദിച്ചാൽ കഴിഞ്ഞ 10 വർഷത്തിനിടെ വൈസ് ചാൻസലർ നിയമനമുണ്ടെങ്കിൽ എത്ര പിഡിഎ? സർവകലാശാലകളിലും കേന്ദ്ര സർവകലാശാലകളിലും സംസ്ഥാന സർവകലാശാലകളിലും വൈസ് ചാൻസലർ നിയമിച്ചവർ എവിടെയാണ്? അവർ ആരാണ്? പ്രധാനമന്ത്രി മത്സരിക്കുന്ന ഉത്തർപ്രദേശിൽ നിന്ന് 2ാം തവണയും മുഖ്യമന്ത്രി. അങ്ങനെ ഡൽഹിയിൽ അവരുടെ സർക്കാർ 10 വർഷവും ഉത്തർപ്രദേശിൽ 7 വർഷവും കഴിഞ്ഞു. എനിക്ക് അവരോട് ചോദിക്കാൻ ആഗ്രഹമുണ്ട്, യുവാക്കളുടെ ജോലി എവിടെയാണ്? സർക്കാർ ജോലി നൽകിയാൽ സംവരണം നൽകേണ്ടിവരുമെന്നതിനാൽ ജോലി നൽകാൻ അവർ ആഗ്രഹിക്കുന്നില്ല. എൻഡിഎയിലെ ജനങ്ങൾ സംവരണം അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. അതിനാൽ ഇന്ത്യൻ സഖ്യത്തിന്റെ തന്ത്രത്തിന്റെ ഭാഗമായി ഞങ്ങൾക്ക് പിഡിഎ ഉണ്ട്. ഞങ്ങൾ എല്ലാവരെയും ഉൾക്കൊള്ളുകയും അവരുടെ പോയിന്റുകൾ സമൂഹത്തിലേക്ക് എത്തിക്കുകയും പ്രശ്നങ്ങളെക്കുറിച്ച് സംസാരിക്കുകയും വേണം. ഈ ന്യൂനപക്ഷങ്ങൾ, ചെറുസംഘങ്ങൾ, അവരെല്ലാം നിങ്ങളെ വിട്ടുപോയി. എന്തുകൊണ്ടാണത്? എന്തുകൊണ്ടാണ് നിങ്ങൾ അവരെ സഖ്യത്തിൽ ഉൾപ്പെടുത്താത്തത്? ഏറ്റവും ദുർബലവുമായ അവസ്ഥയിലാണ് ഇപ്പോൾ ബിജെപി. അവർ ദുർബലരായിരുന്നില്ലെങ്കിൽ സമാജ്വാദി പാർട്ടിക്കൊപ്പമുണ്ടായിരുന്ന പാർട്ടികളെ തകർക്കുമായിരുന്നു. അവർ പാർട്ടികളെ തകർത്തു. എന്തുകൊണ്ടാണ് അവർ അവരെ തകർത്തത്? കാരണം ബിജെപി ദുർബലമാണ്. ബിജെപി ദുർബലമല്ലായിരുന്നുവെങ്കിൽ അവർ ഒരുപക്ഷെ ഈ പാർട്ടികളെ എടുക്കില്ലായിരുന്നു. അവരെ അധിക്ഷേപിച്ച പാർട്ടികൾ, ആ പാർട്ടികളുടെ ഭാഷ ആർക്കും കേൾക്കാൻ കഴിയാത്തതായിരുന്നു. ബിജെപിയിലെ ആളുകൾക്ക് അവരെ അംഗീകരിക്കാൻ കഴിഞ്ഞില്ല. അവഹേളിക്കപ്പെട്ടിട്ടും അതിൽ വിഷമിച്ചിട്ടും അവർക്ക് അത് സഹിച്ച് ആ പാർട്ടികളെ എടുക്കേണ്ടി വന്നു. കാരണം അവർ വോട്ട് രാഷ്ട്രീയം ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ബിജെപി ഇപ്പോൾ ഏറ്റവും ദുർബലമായ അവസ്ഥയിലാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് സമാജ്വാദി പാർട്ടിയുമായുള്ള സഖ്യം അവർ തകർക്കുന്നത്. സഖ്യത്തിൽ നിന്ന് അവർ RLD തകർത്തു. എന്താണ് RLD അവർക്ക് വേണ്ടി പറയാത്തത്? അല്ലെങ്കിൽ അവർ RLDക്ക് വേണ്ടി എന്താണ് പറയാത്തത്? മറ്റൊരു പാർട്ടിയുണ്ട്, അവർ അത് തകർത്തു. അല്ലെങ്കിൽ ഞങ്ങളുടെ കൂടെ വേറെയും പാർട്ടികൾ ഉണ്ടായിരുന്നു, അവർ അവരെ കൊണ്ടുപോയി. ബിജെപിക്ക് സമാജ്വാദി പാർട്ടിയുമായി മത്സരിക്കാനാകില്ലെന്ന് അറിയാവുന്നത് കൊണ്ടാണ് അവരെ എടുത്തത്. സംസ്ഥാന തിരഞ്ഞെടുപ്പിൽ നിന്ന് വ്യത്യസ്തമായി ഒരു ദേശീയ തിരഞ്ഞെടുപ്പിൽ നിങ്ങൾ മികച്ച വിക്കറ്റിലാണോ അതോ മോശം വിക്കറ്റിലാണോ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിലവിൽ വന്ന ഇന്ത്യൻ സഖ്യവും കോൺഗ്രസുമായുള്ള എന്റെ സഖ്യവും ഈ സമയത്ത് ഏറ്റവും ശക്തനാണെന്ന് ഞാൻ കരുതുന്നു. സത്യത്തിൽ ബിജെപി തോറ്റു. തോറ്റവൻ ദേഷ്യപ്പെടും. ഇപ്പോൾ കാണിക്കുന്ന ദേഷ്യം ബിജെപിയുടെ ഭാഷയിൽ നോക്കൂ. 10 വർഷത്തിന് ശേഷം UPയിൽ 10 പേപ്പറുകൾ ചോർന്നു. അവർ അതേക്കുറിച്ച് പറയുന്നില്ല. ചോർന്ന 10 പേപ്പറുകൾ ഭാവിയിലടഞ്ഞ കുട്ടികൾ 60 ലക്ഷം കുട്ടികളാണ്. ഈ കുട്ടികളുടെ കുടുംബത്തിൽ അവരുടെ മാതാപിതാക്കളടക്കം 3 അംഗങ്ങളുണ്ടെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ ഈ കണക്ക് ശരിയാണെങ്കിൽ 60 ലക്ഷം 3 കൊണ്ട് ഗുണിച്ചാൽ 1,80,00,000 മാറുന്നു. 1,80,00,000 80 കൊണ്ട് ഹരിക്കുന്നു, അതായത് ലോക്സഭാ സീറ്റുകളുടെ എണ്ണം. അങ്ങനെ എല്ലാ ലോക്സഭയിലും ബിജെപിക്ക് 2,27,000 വോട്ടുകൾ കുറഞ്ഞു. രണ്ടാമതായി ബിജെപിക്കെതിരെ ക്ഷത്രിയ സമുദായത്തിലെ ജനങ്ങൾ രംഗത്തെത്തിയിട്ടുണ്ട്. ഇതര സമുദായത്തിൽപ്പെട്ടവരും സർക്കാരിനെതിരെ രംഗത്തെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് അവരുടെ വോട്ട് കൂടി ചേർത്താൽ ഒരു ലോക്സഭയിൽ ലക്ഷക്കണക്കിന് വോട്ടുകൾ കുറഞ്ഞു. ബിജെപി ഇത് എങ്ങനെ നികത്തും? അതുകൊണ്ടാണ് അവരുടെ പ്രസംഗങ്ങൾ തൊഴിലിനെക്കുറിച്ചോ UPയിലെ ഏതെങ്കിലും വലിയ നിക്ഷേപത്തെക്കുറിച്ചോ പണപ്പെരുപ്പം കുറയ്ക്കുന്നതിനെക്കുറിച്ചോ അല്ലെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം. നിക്ഷേപ സംഗമത്തിലാണ് പ്രധാനമന്ത്രി എത്തിയത്. ഈ നിക്ഷേപത്തിൽ സംസ്ഥാനത്തിന് എന്താണ് യഥാർത്ഥത്തിൽ ലഭിച്ചതെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കണമായിരുന്നു. ഡിഫൻസ് എക്സ്പോ ഇവിടെ നടന്നു. രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും എല്ലാവരും അതിൽ പങ്കെടുത്തു. പക്ഷേ നമ്മുടെ സംസ്ഥാനത്തിന് എന്താണ് കിട്ടിയതെന്ന് അവർ പറയേണ്ടതല്ലേ? പുറത്തുവന്ന ഇലക്ടറൽ ബോണ്ടുകൾ അവരെ ഉലച്ചു. ഇലക്ടറൽ ബോണ്ട് അവരെ ശരിക്കും ഞെട്ടിച്ചു. ബിജെപിക്കാർ ഇലക്ട്രൽ ബോണ്ടിനെ കുറിച്ച് ചോദിച്ചാൽ ഇലക്ട്രൽ കുടിക്കാൻ നോക്കും വിധം പേടിച്ചിരിക്കുകയാണ്. ചുറ്റുമുള്ള ആളുകളോട്, പ്രത്യേകിച്ച് UPയുടെ ഈ പടിഞ്ഞാറൻ ഭാഗത്ത് സംസാരിച്ചപ്പോൾ ഞങ്ങൾ കണ്ടെത്തിയ പ്രധാന ഘടകങ്ങളിലൊന്ന് ക്രമസമാധാനമാണ്. പ്രത്യേകിച്ചും സ്ത്രീകൾ ക്രമസമാധാനം വളരെ നിർണായകമായി കണക്കാക്കപ്പെടുന്നു. ഈ വശം തീർച്ചയായും അവർക്കനുസരിച്ച് മെച്ചപ്പെട്ടിട്ടുണ്ട്. മോദി സർക്കാർ കാരണം എനിക്ക് ആനുകൂല്യങ്ങൾ ലഭിക്കുന്നു. അഖിലേഷ് സർക്കാരിന്റെ കാലത്ത് ഇത് ബുദ്ധിമുട്ടായിരുന്നു. രാത്രി വൈകി നടന്ന് കടക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ഒരു പ്രശ്നവുമില്ല. നമ്മൾ എവിടെയായിരുന്നാലും നമ്മുടെ ബന്ധുവിന്റെ സ്ഥലത്ത് നിന്ന് പോലും എളുപ്പത്തിൽ യാത്ര ചെയ്യാം. ഇപ്പോൾ ബിജെപിയുടെ സമയമാണ്. നിങ്ങൾക്ക് ബിജെപിയെ ഇഷ്ടമാണോ? എന്തുകൊണ്ട്? ഇതിൽ ഗുണ്ടായിസമില്ല. ഗുണ്ടായിസം അവസാനിച്ചോ? BJP ഭരണത്തിൽ ഗുണ്ടായിസം വളരെയധികം കുറഞ്ഞു. അത് ഒരു പ്രധാന ഘടകമാണ്. റോഡിൽ ആളുകൾ മർദ്ദിക്കാറുണ്ടായിരുന്നു, അത് കുറഞ്ഞു. ഇപ്പോഴത്തെ സാമ്പത്തിക സ്ഥിതി എങ്ങനെയുണ്ട്? അത് നന്നായി പോകുന്നു.
ഇപ്പോൾ എല്ലാം ശാന്തമാണ്. രാത്രിയിൽ ആളുകൾ നമ്മുടെ പറമ്പിൽ നിന്നും വീടുകളിൽ നിന്നും സാധനങ്ങൾ എടുക്കാറുണ്ടായിരുന്നു. അത് ഇപ്പോൾ നിർത്തി. സമാധാനമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പരാതിയില്ലേ? ഇല്ല സർ, ഒന്നുമില്ല. പരാതികളൊന്നുമില്ലേ? വൗ, നിലവിൽ മോദിയാണ് മുന്നിൽ. എന്തുകൊണ്ട്? എന്താണ് കാരണം? അവൻ വളരെ നന്നായി പ്രവർത്തിക്കുന്നു. നന്നായി പ്രവർത്തിക്കുന്നയാൾക്ക് അവരുടെ കഠിനാധ്വാനത്തിന്റെ ഫലം ലഭിക്കും. എന്ത് മാറ്റങ്ങൾ നിങ്ങൾ കണ്ടു? എന്താണ് ഇവർ ഈ കഠിനാധ്വാനം ചെയ്യുന്നത്? വിളകളുടെയും കർഷകരുടെയും ഉന്നമനത്തിനായി പ്രവർത്തിച്ചാൽ അവർ തീർച്ചയായും വിജയിക്കും. വിളകളും ഇപ്പോൾ സുരക്ഷിതമാണ്. ഞങ്ങൾക്ക് ഭയമില്ല. ഗുണ്ടായിസത്തെയോ ശാരീരിക പീഡനത്തെയോ കുറിച്ച് ഇപ്പോൾ ഭയമില്ല. ഇനി നമുക്ക് BSPയിലേക്ക് പോകാം. അത് എങ്ങനെയുണ്ട്? സാമാന്യം കുത്തനെ ഇടിവിലാണ്. ഈ തകർച്ച താൽക്കാലികമാണോ അതോ BSP തിരിച്ചു വരാൻ പോകുകയാണോ? മായാവതിക്ക് ഇപ്പോഴും ഒരു തിരഞ്ഞെടുപ്പിന്റെ ജോഷ് ലഭിച്ചിട്ടുണ്ടോ? ഇങ്ങനെയാണ് കണ്ടത്. 2014 മായാവതിയും BSPയും 20% വോട്ട് നേടി. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ സംഖ്യ ഉയർന്നു. 2014 ലോക്സഭാ തിരഞ്ഞെടുപ്പിനേക്കാൾ മികച്ച പ്രകടനമാണ് ഒരു തദ്ദേശ തിരഞ്ഞെടുപ്പിൽ അവർ കാഴ്ചവെച്ചത്. അവർ 20% നിന്ന് 22% ഉയർന്നു. പിന്നെ 2019 SP-യോളം ഇടിഞ്ഞില്ല. അത് 22% നിന്ന് 19% കുറഞ്ഞു. എന്നാൽ 22 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ SP ശരിക്കും മോശമായി. ഇത് 13% കുറഞ്ഞു. അങ്ങനെ അത് 22% നിന്ന് 10 വർഷത്തിനുള്ളിൽ 13%ലേക്ക് താഴ്ന്നു. അടുത്തിടെ നടന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ അത് മെച്ചമായിരുന്നില്ല. ഇത് ഏകദേശം 13% അപ്പോൾ BSP നേതൃത്വത്തിന്റെ മുൻനിരയിലേക്ക് ഇപ്പോൾ വരുന്ന മായാവതിയുടെ അനന്തരവൻ ആകാശ് ആനന്ദിനോട് ഞങ്ങൾ ചോദിച്ചു, BSPക്ക് എന്താണ് സംഭവിക്കുന്നത്? അവരുടെ തന്ത്രം എന്താണ്? ഞങ്ങളുടെ തന്ത്രം ലളിതമാണ്. 2007 മുതൽ 2012 വരെയുള്ള ഗവൺമെന്റിന്റെ കാലത്ത് ഞങ്ങൾ എന്ത് തന്ത്രങ്ങൾ ഉപയോഗിച്ചിരുന്നുവോ ഞങ്ങൾ അവ ഇന്ത്യ തലത്തിൽ തന്നെ പുനരവലോകനം ചെയ്യുകയാണ്. ബെഹൻജി കൊണ്ടുവന്ന അതേ മാതൃകയാണ് ഞങ്ങളും ജനങ്ങളിലേക്ക് എത്തിക്കുന്നത്. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ രാഷ്ട്രീയ സാഹചര്യം മാറിയ രീതിയിൽ പ്രകടന പത്രികകൾ പാർട്ടികളുടെ മാർക്കറ്റിംഗ് ഗിമ്മിക്കായി മാറിയെന്ന യുവ വോട്ടർമാർ പോലും തിരിച്ചറിഞ്ഞ് യഥാർത്ഥത്തിൽ നടപ്പാക്കിയില്ല. അതിനാൽ പരീക്ഷിച്ചതുമായ ഒരു രീതിയുമായി ഞങ്ങൾ മുന്നോട്ട് പോകും. അതിനാൽ ഈ സമയത്ത് രാജ്യം ഭരിക്കാൻ ഞങ്ങൾ കൂടുതൽ യോഗ്യരാണെന്ന് ഈ വോട്ടർമാർ പോലും മനസ്സിലാക്കും. ആരാണ് നിങ്ങളുടെ പ്രധാന പ്രതിപക്ഷം? നിങ്ങൾ പ്രധാനമായും ആരോടാണ് പോരാടുന്നത്? അത് BJPയോ SP-യോ? നിങ്ങൾ പ്രധാനമായും UP കേന്ദ്രീകൃത പാർട്ടിയാണെന്നത് കണക്കിലെടുക്കുമ്പോൾ നിങ്ങൾ പ്രധാനമായും ആരോടാണ് പോരാടുന്നത്? ഞങ്ങൾ പ്രധാനമായും യുപിക്കാരല്ല. അതെ, പാർലമെന്റിന്റെ കാര്യത്തിൽ യുപിയിൽ ഞങ്ങൾ വളരെയധികം വിജയം കണ്ടു. ഞങ്ങളുടെ വോട്ട് ഷെയർ രാജ്യത്തുടനീളം വ്യാപിച്ചിരിക്കുന്നു. എന്നാൽ UPയിലെ ഏറ്റവും വലിയവൻ നിങ്ങളാണോ? ഞങ്ങൾ യുപിയിലെ ഏറ്റവും വലിയവരാണ്. എന്നാൽ തമിഴ്നാട്, മഹാരാഷ്ട്ര അല്ലെങ്കിൽ മധ്യപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ ഉടനീളം ആശങ്കകൾ ഉന്നയിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞതായി ഞങ്ങൾക്ക് തോന്നുന്നു. അപ്പോൾ ആരാണ് നിങ്ങളുടെ പ്രധാന പ്രതിപക്ഷം? മറ്റുള്ളവരെക്കാൾ അല്പം കൂടുതൽ നിങ്ങളുടെ എതിർപ്പ് ആരാണ്? നിങ്ങൾ രണ്ടും പറയുമെന്ന് എനിക്കറിയാം. എന്നാൽ ആരാണ് അല്പം കൂടുതൽ? നോക്കൂ, ആളുകളുടെ താല്പര്യത്തിൽ, നമ്മുടെ വോട്ടർമാരുടെ താല്പര്യത്തിൽ, ഞങ്ങൾ പ്രതിനിധീകരിക്കാൻ ശ്രമിക്കുന്ന ഞങ്ങൾ പ്രതിനിധീകരിക്കുന്ന കമ്മ്യൂണിറ്റികളുടെ താല്പര്യത്തിനായി ഒരാളെ എതിർക്കുന്നതിനോ ആരെയെങ്കിലും കണ്ടെത്തുന്നതിനോ പകരം ഞങ്ങൾ ആളുകൾക്കൊപ്പമാണ്. അവർ മോശമാണ്, അല്ലെങ്കിൽ ഇത് ശരിയാണ്, അല്ലെങ്കിൽ ഇത് തെറ്റാണ്. ജനങ്ങളുടെയും ഞങ്ങളുടെ വോട്ടർമാരുടെയും ഞങ്ങൾ പ്രതിനിധീകരിക്കുന്ന സമുദായങ്ങളുടെയും താല്പര്യം കണക്കിലെടുത്ത് ആരാണ് നല്ലവൻ, ഇത് ശരി, ഇത് തെറ്റ്, പോരാടുന്നതിന് എതിർ മത്സരം കണ്ടെത്തുന്നതിന് പകരം ഞങ്ങൾ ജനങ്ങൾക്കൊപ്പമാണ്. ഭരണം നടത്താൻ യോഗ്യരായ പാർട്ടികൾ. അതുകൊണ്ട് ദോറാബ്, ആളുകളോട് സംസാരിച്ചതിൽ നിന്ന് ഞങ്ങൾക്ക് ലഭിച്ച പൊതുവികാരം മായാവതിക്ക് ലഭിച്ച അതേ ഊർജവും ഡ്രൈവും ലഭിച്ചിട്ടില്ലെന്നായിരുന്നു. അത് സത്യമാണ്. ന്യായമായ ഒരു ധാരണയുണ്ടെന്ന് ഞാൻ കരുതുന്നു. അതിനു പുറമെ അവൾക്കുണ്ടായിരുന്നത്ര പണമില്ല. മറക്കരുത്, അവൾ 15-20 വർഷം മുമ്പ് അധികാരത്തിൽ നിന്ന് പുറത്തായി. അതുകൊണ്ട് സാമ്പത്തിക സഹായമില്ലാതെ ഒരു സ്ഥാപനം നടത്തിക്കൊണ്ടുപോകുക പ്രയാസമാണ്. രണ്ടാം നിര നേതൃത്വത്തിന്റെ അഭാവവും പ്രവർത്തിക്കുന്നു. അത് അവൾ ഇപ്പോൾ കെട്ടിപ്പടുക്കാൻ ശ്രമിക്കുന്നു. ഇതൊരു വ്യക്തി മാത്രമാണ്. ഒരു വ്യക്തിക്ക് വർഷങ്ങളോളം ഒരു പാർട്ടിയുടെ സ്ഥാപനം നിർത്താതെ നടത്തുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. അവൾ ക്ഷീണിച്ചിരിക്കുന്നു. അതൊരു വസ്തുതയാണ്, ഞാൻ കരുതുന്നു. അപ്പോൾ അജയ്, എന്തുകൊണ്ടാണ് BSP ഇത്രയധികം ഇടിഞ്ഞത്? 22-ൽ 22% നിന്ന് 13% കുറഞ്ഞു. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പോലും മികച്ച പ്രകടനം കാഴ്ചവെച്ചില്ല. എന്താണ് സംഭവിച്ചത്? അവൾ കൈവിട്ടുപോയോ? അവൾ തിരിച്ചു വരുമോ? 13%ലേക്ക് താഴ്ന്നത് അവരെ സംബന്ധിച്ച് ഏറെ ആശങ്കാജനകമാണ്. നോക്കൂ, മായാവതിയുടെ വോട്ട് ശതമാനം കുറഞ്ഞു. ഇത്തവണ തന്റെ നേതൃപാഠവും വളരെ നല്ല രീതിയിൽ വളർത്തിയെടുക്കാനാണ് മായാവതി ആഗ്രഹിക്കുന്നത്.
കാരണം മായാവതിക്ക് ഒരു വെല്ലുവിളിയുണ്ട്. അവളുടെ അടുത്ത പിൻഗാമി ആരായിരിക്കും എന്നതാണ് വെല്ലുവിളി. അതിനാൽ അവൾ ആകാശ് ആനന്ദിനെ ഈ രീതിയിൽ പിന്തുണയ്ക്കുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ അവളുടെ വോട്ടിന് ശതമാനം കുറവാണെങ്കിൽ അവൾക്ക് അതിജീവിക്കാൻ കഴിയില്ലെന്ന് അവൾക്കറിയാം. ഇത്തവണ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയുന്ന അവളുടെ മുദ്രാവാക്യം എന്താണ്? BSPയുടെ ഐഡന്റിറ്റി. നീല പതാക, ആനയുടെ ചിഹ്നം. അപ്പോൾ ആന ചിഹ്നം ഉണ്ടാകുമെന്ന് വോട്ടർമാരോട് പറയണമെന്ന് അവൾക്ക് തോന്നുന്നു എന്നാണ് ഇതിനർത്ഥം. ഇതിനു മുമ്പ് SP-യുമായി സഖ്യത്തിലായിരുന്നു. അതിനാൽ പലയിടത്തും അവളുടെ ബാലറ്റ് പേപ്പറുകളിൽ EVM-ൽ ആനയുടെ ചിഹ്നം ഇല്ലായിരുന്നു. ഈ സമയം അവൾ എല്ലായിടത്തും യുദ്ധം ചെയ്യുന്നു, അതിനാൽ ചിഹ്നം അവിടെയുണ്ട്. അതിനാൽ അവളുടെ വോട്ടർമാർ ചിഹ്നത്തിനായി പോയി വോട്ട് ചെയ്യും. അതായത് അവൾ ഈ രീതിയിൽ നിലനിൽക്കാൻ ആഗ്രഹിക്കുന്നു. 2017 നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്കിടയിൽ BSPയും കോൺഗ്രസും മെച്ചം കാണിച്ചില്ല. 5 വർഷത്തിനു ശേഷം നടന്ന 23 നിയമസഭാ തിരഞ്ഞെടുപ്പുകളിലെ വിനാശകരമായ പ്രകടനത്തിലേക്ക് എന്താണ് സംഭവിച്ചത്? ഇതാണ് സംഭവിച്ചത്. BSPയുടെയും കോൺഗ്രസിന്റെയും വോട്ടുകൾ 5 വർഷത്തിനിടെ 14% കുറഞ്ഞു. പിന്നെ ആ വോട്ടുകൾ എവിടെ പോയി? ആ 14%-ൽ 10% സമാജ്വാദി പാർട്ടിക്കും 3% BJPക്കും 1% മറ്റുള്ളവർക്കും ലഭിച്ചു. BSP കോൺഗ്രസ് വോട്ടുകളുടെ 14% ഇടിഞ്ഞത് സമാജ്വാദി പാർട്ടിയെ ശരിക്കും സഹായിച്ചു. 23-ൽ BSPയുമായി സഖ്യത്തിലേർപ്പെടാതിരുന്നത് ബുദ്ധിയാണോ? ശരി, ഇത് ഒരു നല്ല തീരുമാനമായിരുന്നുവെന്ന് ഡാറ്റ കാണിക്കുന്നു. കാരണം അവർ ഒരു സഖ്യമായിരുന്നപ്പോൾ ഇതാണ് സംഭവിച്ചത്. വോട്ട് മാറുന്നതിലും കൈമാറ്റത്തിലും പ്രശ്നങ്ങളുണ്ടായി. BSP വോട്ടർമാർ സമാജ്വാദി പാർട്ടിയിലേക്ക് മാറിയില്ല. വാസ്തവത്തിൽ സമാജ്വാദി സ്ഥാനാർത്ഥികൾ നിലയുറപ്പിച്ചിടത്തും BSPയുടെ പിന്തുണയുണ്ടായിരുന്നിടത്തും അത് വളരെ ദുർബലമായിരുന്നു. സമാജ്വാദി പാർട്ടി സ്ഥാനാർത്ഥികളിൽ നിന്ന് -4% വ്യത്യാസമുണ്ട്. എന്നാൽ സമാജ്വാദി പാർട്ടി വോട്ടർമാർ BSPയിലേക്ക് മാറി. നിങ്ങൾ BSP സ്ഥാനാർത്ഥികളെ നോക്കുകയാണെങ്കിൽ തീർച്ചയായും ആ മേഖലകളിൽ സമാജ്വാദി പാർട്ടി വീണ്ടും പിന്തുണച്ചപ്പോൾ ഒരു ചാഞ്ചാട്ടവും ഉണ്ടായില്ല. വളരെ ചെറിയ 0.3% മാത്രം. മറ്റ് പാർട്ടികൾ വളരെ ദുർബലമായിരിക്കുമ്പോൾ സാധാരണഗതിയിൽ മായാവതിക്ക് തന്റെ വോട്ടർമാരെ താൻ ആഗ്രഹിക്കുന്ന ദിശയിലേക്ക് നയിക്കാൻ കഴിഞ്ഞു. അവളുടെ അടിത്തറയിൽ കൂടുതൽ ശക്തമായ ഒരു ഞെരുക്കമുണ്ടായിരുന്നു. വ്യക്തമായും അവൾ വിജയിച്ചില്ല. അവൾക്ക് ഇത്തവണ ട്രാൻസ്ഫർ ചെയ്യാൻ കഴിഞ്ഞില്ല. ഇത് വളരെ വിചിത്രമാണ്, ഞാൻ പറയണം. എനിക്ക് വിശ്വസിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്, പക്ഷേ അത് സംഭവിച്ചു. അതുകൊണ്ട് ഒന്നുകിൽ അവളുടെ ഭാഗത്തു നിന്ന് വേണ്ടത്ര ഉത്സാഹമില്ല, അല്ലെങ്കിൽ ഒരുപക്ഷെ വോട്ടർമാർ മാറുന്നില്ല. പറയാൻ പ്രയാസമാണ്. ജാദവുകളും പറയുന്നത് നമുക്ക് കേൾക്കാം. ഇത്തവണ അവർ യഥാർത്ഥത്തിൽ സമാജ്വാദി പാർട്ടിക്ക് വോട്ട് ചെയ്തേക്കാം. മൈതാനത്ത് നമ്മൾ കേട്ടത് ഇതാണ്. ഇവിടെ അവർ ഞങ്ങളെ ജാദവാസ് എന്ന് വിളിക്കുന്നു. ജാദവാസിന്റെ വോട്ട് ആർക്കാണ്? ഞങ്ങൾ വോട്ട് ചെയ്യുന്നത് അഖിലേഷിന് മാത്രമാണ്. അഖിലേഷോ? മായാവതി അല്ലേ? ഇല്ല, മായാവതി അല്ല. എന്തുകൊണ്ട്? എല്ലാവരും വോട്ട് ചെയ്യുന്നത് അഖിലേഷിന് തന്നെയാണ്. അവൻ നമ്മുടെ ജാതിക്കാരനാണ്. അഖിലേഷിന്റെ ഭരണത്തെക്കുറിച്ച്. അഖിലേഷിന്റെ ഭരണകാലത്ത് സമാധാനമുണ്ടായിരുന്നു. യാദവിന് കൂടുതൽ തൊഴിലവസരങ്ങൾ നൽകിയോ? അവസരങ്ങൾ എല്ലാവർക്കും തുല്യമായി നൽകി. അവർ ആരെയും കൂടുതൽ കുറച്ച് യോഗ്യതയുള്ളവരായി കണ്ടില്ല. അവർ എല്ലാവരെയും ഒരുപോലെയാണ് കാണുന്നത്. ഇപ്പോൾ ആരും ഞങ്ങളെ ശ്രദ്ധിക്കുന്നില്ല. ഇപ്പോൾ എല്ലാ ഫാക്ടറികളും അടച്ചുപൂട്ടി. നമ്മളിൽ പകുതി പേരും പട്ടിണി മൂലം മരിക്കുന്നു. നാം എന്തു ചെയ്യണം? സമുദായത്തെ ഉയർത്തുന്നവർക്ക് മാത്രമേ ഞങ്ങൾ വോട്ട് ചെയ്യൂ, അല്ലേ? എന്നാൽ നിങ്ങൾക്ക് ഗോതമ്പ്, ഗ്യാസ് സിലിണ്ടർ പോലെയുള്ള ഇൻസെന്റീവുകൾ കൊണ്ട് ഒന്നും സംഭവിക്കില്ല. 400 ആയിരുന്ന വില ഇപ്പോൾ 1000 ആയി. സബ്സിഡികൾ ഉണ്ടായിരുന്നെങ്കിലും അവയും ഇപ്പോൾ നിർത്തലാക്കി. ഇപ്പോൾ എല്ലാം വളരെ ചെലവേറിയതാണ്. ഡീസലിനും പെട്രോളിനും 100 രൂപയോളം ഉയർന്നു. അതുകൊണ്ട് കാര്യമില്ല. എന്നാൽ രാജ്യത്തുടനീളം ഡീസൽ പ്രശ്നങ്ങളുണ്ട്, അല്ലേ? ഞങ്ങൾക്ക് ജോലിയും സൗകര്യവും വേണം. സ്കൂളുകളും നല്ലതല്ല. സ്കൂളുകൾ നല്ലതാണോ? ഏതൊക്കെ സ്കൂളുകൾ? സ്കൂളുകളും ഇപ്പോൾ അടച്ചിരിക്കുന്നു. എല്ലാം സ്വകാര്യവൽക്കരിക്കപ്പെട്ടിരിക്കുന്നു. സ്വകാര്യ സ്കൂളുകൾ പോലും അടച്ചിരിക്കുന്നു. ഈ സ്കൂളുകളിൽ നിന്ന് ഒരു പ്രയോജനവുമില്ല. കുട്ടികൾക്ക് ഒന്നും പഠിക്കാൻ കഴിയുന്നില്ല. അവരുടെ പേപ്പറുകൾ പാസ്സാകുന്നില്ല. സ്വന്തം പേരെഴുതാൻ അവർക്കറിയില്ല. കർഷകർ പഠിക്കട്ടെ, പാവപ്പെട്ടവർ പഠിക്കട്ടെ. ഇതെല്ലാം മോദിയുടെ നയങ്ങളാണ്. സമൂഹത്തെ സംരക്ഷിക്കുന്നവർക്ക് ഞങ്ങൾ വോട്ട് ചെയ്യും. അഖിലേഷ് യാദവ്. അദ്ദേഹത്തിന്റെ ഭാര്യ ഇവിടെ നിന്നാണോ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്? അതെ, ഡിംപിൾ ഇവിടെ നിന്നാണ് നിൽക്കുന്നത്. ഈ പ്രദേശം ഡിംപിൾ യാദവിന്റെ പ്രദേശമാണ്. ഞങ്ങൾ എല്ലാവരും അവർക്ക് വോട്ട് ചെയ്യുന്നു. ഈ പ്രദേശം SPയുടേതാണ്. അതുകൊണ്ട് ഈ കളിയിലെ 4ാമത്തെ കളിക്കാരനെ നമുക്ക് നോക്കാം. കോൺഗ്രസ് പാർട്ടി. ഇത് ശരിക്കും ഗുരുതരമായ ഒരു തകർച്ചയിലേക്കാണ് ഇവിടെ പോയിരിക്കുന്നത്. കഴിഞ്ഞ 50 വർഷത്തെ ട്രെൻഡ് നോക്കൂ. 2014-ൽ 6% വോട്ടാണ് ലഭിച്ചത്. അത് അധികമല്ല. എന്നാൽ പിന്നീട് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഇത് 8% ഉയർന്നു. 2019 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ 6% കുറഞ്ഞു. 22 നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസ് വെറും 2% കുറഞ്ഞു.
അത് ഞെട്ടിപ്പിക്കുന്ന മോശമാണ്. പാർട്ടി ഇളകി മങ്ങുന്നു. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പോലും കാര്യമായ നേട്ടമുണ്ടാക്കാനായില്ല. BJPയെ നോക്കിയാൽ സ്വാതന്ത്ര്യം കിട്ടിയതു മുതൽ BJPയുടെ ഉയർച്ച കോൺഗ്രസിന്റെ പതനത്തിന് നേർവിപരീതമാണ്. കോൺഗ്രസിന്റെ ഉയർച്ചയ്ക്ക് BJP നന്ദി പറയണം. കോൺഗ്രസ് 2% താഴ്ന്നു. അതേസമയം ഉത്തർപ്രദേശിൽ പ്രാദേശിക പാർട്ടികൾ മികച്ചതുമായ പ്രകടനം കാഴ്ചവെക്കുന്നു. ഉത്തർപ്രദേശിൽ അടിസ്ഥാനപരമായി അടിത്തറയുള്ള BSPയും SPയും അർത്ഥമാക്കുന്ന പ്രാദേശിക പാർട്ടികൾ. അങ്ങനെ കോൺഗ്രസിന്റെ പതനം മൂലം BJP ഉയർന്നു. പ്രാദേശിക പാർട്ടികളും സമാജ്വാദി പാർട്ടിയും BSPയും ക്രമാനുഗതമായി വർദ്ധിച്ചു. അപ്പോൾ അജയ്, കോൺഗ്രസ് പൂർണ്ണമായി അവസാനിച്ചോ അതോ താൽക്കാലിക വീഴ്ച മാത്രമാണോ? ഉത്തർപ്രദേശിൽ അവർക്ക് നേതൃത്വമുണ്ടോ? അവർ ഇപ്പോഴും തിരയുകയാണോ? കോൺഗ്രസ് പൂർണ്ണമായി അവസാനിച്ചുവെന്ന് പറയാൻ കഴിയില്ല. അത് അതേ ഘട്ടത്തിലാണ്. അവർ ഒരു ശ്വാസം എടുക്കാൻ ശ്രമിക്കുന്നു. അവരുടെ ശ്വസന സ്ഥലം വർദ്ധിപ്പിക്കുന്നു. അതിനായി അവർ അജയ് റായിയെ പ്രസിഡന്റാക്കി. അവൻ ചെറുപ്പമാണ്. അവൻ ചെറുതായി വഴക്കിടുന്നു. രാഹുൽ സ്വയം തെളിയിക്കാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ കാണേണ്ട കാര്യം ഗത്ബന്ധനിലൂടെ അവർ എന്ത് ചെയ്തു. കോൺഗ്രസിൽ നിൽക്കുന്ന സ്ഥാനാർത്ഥികൾ ജനങ്ങൾ അവരെ എത്രത്തോളം പിന്തുണയ്ക്കുന്നു, അവരുടെ വോട്ട് അവർക്ക് എത്രമാത്രം പോകുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും തിരഞ്ഞെടുപ്പ് എങ്ങനെയായിരിക്കുമെന്നത്. പക്ഷേ കോൺഗ്രസ് ശ്വാസം എടുക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് നിങ്ങൾക്ക് പറയാം, അല്പം അതിജീവിക്കാൻ. കാരണം അത് പൂർണ്ണമായും പൂർത്തിയായിട്ടില്ല. ഇപ്പോൾ അതിന്റെ സ്ഥാനം അത്ര നല്ലതല്ല. ഈ പ്രചാരണ വേളയിൽ ഉത്തർപ്രദേശിൽ എല്ലാവരും സംസാരിക്കുന്ന 2 വലിയ വിഷയങ്ങളിൽ അയോധ്യയും മോദി ഘടകവുമാണ്. അങ്ങനെ ഞങ്ങൾ പ്രധാനമന്ത്രിയുടെ മണ്ഡലമായ വാരണാസിയിലെ ഘട്ടുകൾ സന്ദർശിച്ചു. ഞങ്ങൾ BJPക്ക് വോട്ട് ചെയ്തു. താങ്കളും? ഞാൻ BJPക്ക് വോട്ട് ചെയ്തു. ഞാൻ BJPക്ക് വോട്ട് ചെയ്തു. പിന്നെ അടുത്ത തവണയും ഞാൻ BJPക്ക് വോട്ട് ചെയ്യും. എന്തുകൊണ്ടാണ് അവർക്ക് വോട്ട് ചെയ്യുന്നത്? അവർ സമൂഹത്തിന്റെ മുഴുവൻ പുരോഗതിക്കും വേണ്ടി പ്രവർത്തിക്കുന്നു. അവർ സമൂഹത്തെക്കുറിച്ച് ചിന്തിക്കുന്നതിനാൽ നമ്മൾ പാർട്ടിയെക്കുറിച്ചും ചിന്തിക്കണം. അത്രമാത്രം. ഞാൻ മോദിക്ക് തന്നെ വോട്ട് ചെയ്യും. വികസനത്തിനായി അവർ ഒരുപാട് പ്രവർത്തിച്ചിട്ടുണ്ട്. ഞാൻ 2019 ഇവിടെ എത്തി. അതിനുശേഷം ഒരുപാട് മെച്ചപ്പെട്ടു. ഘടകങ്ങൾ, സൗകര്യങ്ങൾ എല്ലാം. മോദി. ഞാൻ BJPക്ക് വോട്ട് ചെയ്തു. BJPക്കല്ലാതെ മറ്റാർക്കും ജയിക്കാനാവില്ല. അതിനുള്ള ധൈര്യം അവർക്കില്ല. ഞാൻ എപ്പോഴും BJPയെ തന്നെ പിന്തുണച്ചിട്ടുണ്ട്. സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവർക്ക് മാത്രമേ ഞാൻ വോട്ട് ചെയ്യൂ. ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷം ലഭിച്ചു. അവർ സമൂഹത്തിൽ വളരെയധികം മാറ്റങ്ങൾ കൊണ്ടുവന്നു. ക്ഷേത്രങ്ങൾ, പള്ളികൾ തുടങ്ങിയവ നിർമ്മിക്കുന്നു. 24 രൂപ, 38 രൂപ, എന്തുതന്നെയായാലും ചിലവുകൾ ഞാൻ കാര്യമാക്കുന്നില്ല. പക്ഷേ ഞങ്ങൾക്ക് മെച്ചപ്പെടുത്തൽ മാത്രമേ ആവശ്യമുള്ളൂ. 2-4 രൂപ വർദ്ധിച്ചാൽ ഒന്നും മാറില്ല, സാരമില്ല. 30 രൂപ ഒരു കിലോ ഗോതമ്പ് 34 രൂപയായാൽ എന്ത് വ്യത്യാസം വരും? പിന്നെ നിങ്ങൾ ഇത്ര സമ്പാദിക്കുന്നുണ്ടോ? അതെ, സുഖമായി. അത്രയും ചെയ്യാൻ ഞാൻ തയ്യാറാണ്. എന്നാൽ പിന്തുണ എപ്പോഴും മോദിക്കായിരിക്കും. നിങ്ങൾ ഇവിടെ കാണുന്ന എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും എല്ലാം സർക്കാർ നിർമ്മിച്ചു. യോഗി ആദിത്യനാഥും UP സർക്കാരും എല്ലാം ചെയ്തിട്ടുണ്ട്. ആളുകൾ വോട്ട് ചെയ്യുന്നു. ആളുകൾ സന്ദർശിക്കുന്നത് അവർ നന്നായി ചെയ്തതുകൊണ്ടാണ്. വരുന്നവരെല്ലാം പറയുന്നത് തങ്ങൾ നല്ല ജോലി ചെയ്യുന്നു എന്നാണ്. തീർച്ചയായും അവരുടെ സർക്കാർ അടുത്ത ടൈമിലും 100% നിലനിൽക്കും. അവർ മുഴുവൻ ജനങ്ങളെയും സഹായിക്കും. BJPക്ക് വൻ പിന്തുണയുണ്ടായിരുന്നെങ്കിലും ചില പ്രശ്നങ്ങളും പരാതികളും ഉണ്ടായിരുന്നു. ഈ തെരഞ്ഞെടുപ്പുകളിൽ ആരാണ് മുന്നോട്ട് പോകുന്നത്? മുന്നോട്ട് ഞങ്ങൾ ഒന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. എന്തുകൊണ്ടാണ് നമ്മൾ ഒന്നും പറയാത്തത്? സത്യം പറയരുത്. മോദി നിങ്ങളെ ജയിലിലടക്കും. സത്യം പറഞ്ഞാൽ നമ്മൾ ജയിലിൽ പോകും. അയാൾക്ക് മറ്റുള്ളവരെ എറിഞ്ഞുകളയാൻ കഴിയുമെങ്കിൽ എന്തുകൊണ്ട് എന്നെ കൂടാ? ഞാൻ സത്യം പറഞ്ഞാൽ മോദി എന്നെ ജയിലിലടച്ചാൽ പിന്നെ എന്ത്? എനിക്ക് മറുപടി നൽകൂ. അവൻ എന്നെ ജയിലിൽ ഇട്ടാലോ? കുഴപ്പമില്ല സർ, കുഴപ്പമില്ല. ഞങ്ങൾ ഇത്രയും കാലം ജോലി ചെയ്യുന്നു അല്ലേ? എനിക്ക് ഒരു പ്രശ്നമുണ്ട്. ഞാൻ അവരോട് പറയുന്നു. മിണ്ടാതിരിക്കുക. ഞങ്ങൾക്ക് ഒന്നും അറിയില്ല സാർ. അവർ ഞങ്ങളെ കൊല്ലുകയോ ജയിലിൽ അടയ്ക്കുകയോ ചെയ്താൽ പിന്നെ ആരാണ് നമുക്ക് വേണ്ടി പോരാടുക? അവർ നമ്മളെ കൈവിലങ്ങും. പിന്നെ എന്ത്? അവർ അത് മാധ്യമങ്ങളിൽ കാണിക്കില്ല. ദയവായി മിണ്ടാതിരിക്കുക. സാർ, മനസ്സിലാക്കുക. അവർ ഞങ്ങളുടെ കടകൾ അടപ്പിച്ചു. ദാരിദ്ര്യം തുടച്ചു നീക്കണമെന്ന് അവർ കാണിക്കുന്നു. പകരം അവർ ദരിദ്രരെ ഉന്മൂലനം ചെയ്യുകയാണ്. ഞങ്ങൾക്ക് ഒന്നുമില്ല. അവരെല്ലാം നശിപ്പിക്കുകയാണ്. എന്തുകൊണ്ട്? എന്ത് സംഭവിച്ചു? 30 ലക്ഷം കൊടുക്കാൻ പറഞ്ഞ അവർ അവിടെ വേറെ കട പണിതിട്ടുണ്ട്. 30 ലക്ഷം എവിടെ നിന്ന് കിട്ടും? ഞങ്ങൾ ദരിദ്രരാണ്. ഞങ്ങൾ പെട്ടികൾ വിൽക്കുന്നു. ഇത്രയും പണം നമുക്ക് എവിടെ നിന്ന് ലഭിക്കും? ഞങ്ങൾക്ക് ഒന്നും കിട്ടിയില്ല. ഞങ്ങൾക്ക് നഷ്ടപരിഹാരവും പണവും ഒന്നും ലഭിച്ചില്ല. ഞങ്ങൾക്ക് ഒന്നും കിട്ടിയില്ല. ഈ കടകൾ ബ്രിട്ടീഷ് കാലം മുതൽ ഉണ്ടായിരുന്നു. അവർ ഞങ്ങളുടെ കടകൾ തകർക്കുന്നു. മറ്റ് സ്ഥലങ്ങളിൽ പണിയാൻ ഞങ്ങളോട് പറയുന്നു. എന്നിട്ട് അവയും തകർക്കുന്നു. ഇനി നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? നഷ്ടപരിഹാരമില്ല. ചില കോടതി കേസുകൾ പോയി. പക്ഷേ അവർ എല്ലാ കോടതി കേസുകളും ഇല്ലാതാക്കുന്നു. ഇവിടെ പോകൂ, അവിടെ പോകൂ, അണ്ടർഗ്രൗണ്ടിലേക്ക് പോകൂ. അവർ എവിടെ വേണമെങ്കിലും പോകാനാണ് ഞങ്ങളോട് പറയുന്നത്.
2000-ഓളം കുടുംബങ്ങൾക്ക് ഇത്തരത്തിൽ സ്വത്ത് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അവർക്ക് കൊടുക്കാൻ ഞങ്ങളുടെ കയ്യിൽ പണമില്ല. ആര് ജയിക്കുമെന്നും ആര് തോൽക്കുമെന്നും നമുക്കറിയില്ല. അല്പം മൃദുവായി സംസാരിക്കുക. ഇനി ആ ആൾക്കാർ വന്നാൽ ഇതൊക്കെ നീക്കി ഓടേണ്ടി വരും. ഞങ്ങൾ അത് നീക്കം ചെയ്യും. ഞങ്ങൾ അത് നീക്കം ചെയ്തില്ലെങ്കിൽ അവർ ഈ സാധനങ്ങൾ എടുത്ത് പ്രത്യേകം ഫീസ് ചോദിക്കും. ഒരു പ്രത്യേക കെട്ടിടം അവിടെയുണ്ട്, പക്ഷേ ഞങ്ങൾക്ക് പോകാൻ കഴിയില്ല. അതിനാൽ ഞങ്ങൾ തെരുവിൽ സജ്ജീകരിച്ചിരിക്കുന്നു. ഞങ്ങൾക്ക് അവിടെ പോകാൻ പണമില്ല. ഇത്രയും പണം നമുക്ക് എവിടെ നിന്ന് ലഭിക്കും? വാരണാസിയിൽ ഞങ്ങൾക്ക് കാമ്പസിനടുത്തുള്ള ഒരു കഫേയിൽ പോയി അവിടെയുള്ള വിദ്യാർത്ഥികളുമായി സംസാരിച്ചു. സാങ്കേതിക വിദ്യയിൽ ഏർപ്പെട്ടിരിക്കുന്ന എല്ലാ ഉയർന്ന തലത്തിലുള്ള വിദ്യാർത്ഥികളോടും ഞങ്ങൾ അവരുടെ രാഷ്ട്രീയത്തെക്കുറിച്ചും അവരുടെ കാഴ്ചപ്പാടുകളെക്കുറിച്ചും രാജ്യത്തിന്റെ അവസ്ഥയെക്കുറിച്ച് അവരെ ആശങ്കപ്പെടുത്തുന്നതോ സന്തോഷിപ്പിക്കുന്നതോ ആയ കാര്യങ്ങളെക്കുറിച്ചും സംസാരിച്ചു. മതവിദ്വേഷവും ജാതീയതയും ധാരാളമായി വളർന്നു വരുന്നതും എനിക്ക് ഇഷ്ടപ്പെടാത്ത കാര്യവുമാണ്. ഞാൻ ഉദ്ദേശിക്കുന്നത് ഏതെങ്കിലും ഗ്രൂപ്പിനെ സ്റ്റീരിയോടൈപ്പ് ചെയ്യുന്നത് മോശമാണ്. അത് അവിടെ പാടില്ല. സർക്കാർ ചില സമുദായങ്ങൾക്കു വേണ്ടി പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അത് കൊള്ളാം, പക്ഷേ അവർ ജനങ്ങളിൽ നിർബന്ധിത പ്രത്യയശാസ്ത്രമുദ്ര പതിപ്പിക്കരുത്. എന്റെ അഭിപ്രായത്തിൽ രാജ്യത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ കഴിവുള്ള ഒരു വ്യക്തി പോലും ബിജെപിക്കെതിരെ ഇല്ല. ഞാൻ ഇപ്പോൾ രാഹുൽ ഗാന്ധിക്ക് വോട്ട് ചെയ്യാൻ പോകുന്നില്ല. അദ്ദേഹത്തിന് ഒരു നല്ല നേതാവാകാൻ കഴിയുമെന്ന് ഞാൻ കരുതുന്നില്ല. ഇപ്പോൾ BJP പിന്തുണക്ക് പ്രധാന കാരണം രാമക്ഷേത്രമാണെന്ന് ഞാൻ കരുതുന്നു. രാമമന്ദിർ, അതെ, കൂടുതലും NDA, NDA, അതെ. BJP. എന്തുകൊണ്ട്? ഇൻസ്റ്റാഗ്രാം ട്രെൻഡുകളും സനാതൻ ധർമ്മവും മോദി വളരെയധികം സഹായിച്ചു. എന്റെ സുഹൃത്തുക്കളിൽ ഭൂരിഭാഗവും ഹിന്ദുക്കളാണ്. അതിനാൽ ഞങ്ങൾ മോദിയെ പിന്തുണയ്ക്കുന്നു. രാജ്യം വികസിച്ച നിരക്കും ദേശീയതയുടെ തരംഗവും ഈ രാജ്യത്ത് നമ്മുടെ സംസ്കാരത്തോടുള്ള താല്പര്യവും വർദ്ധിക്കുകയും വികസിക്കുകയും ചെയ്തു. ഇതിൽ നിന്ന് ഞാൻ വളരെ പ്രചോദിതനാണ്. ഈ രാജ്യത്തെ യുവാക്കളായ എന്റെ അഭിപ്രായത്തിൽ ഈ സർക്കാർ ഉണ്ടാകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പുരോഗതിയും വികസനവും ഞാൻ കണ്ടു. ഞാൻ കോൺഗ്രസിന് NDAക്ക് വോട്ട് ചെയ്യും. അവർ എല്ലാത്തിലും മിടുക്കരാണ്. നിലവിൽ BJP വളരെ ധ്രുവീകരിക്കുകയാണ്. കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ തൊഴിൽ പ്രതീക്ഷകൾ വർദ്ധിക്കും. സർക്കാർ മേഖലകളിൽ ശരിയായ ഒഴിവുകൾ അവർ പുറത്തുവിടുന്നില്ല. എന്നാൽ കോൺഗ്രസ് പ്രകടന പത്രികയിൽ ജനങ്ങൾക്ക് 30 ലക്ഷം തൊഴിലവസരങ്ങൾ നൽകുമെന്ന് പറയുന്നുണ്ട്. അവരുടെ ചരിത്രം നോക്കുമ്പോൾ അവർ വളരെ മികച്ച ജോലി ചെയ്തു. വ്യത്യസ്ത പ്ലാറ്റ്ഫോമുകളിലൂടെ ഈ കാര്യങ്ങളിൽ വ്യക്തമാകുന്നതിന് പകരം പൊതുജനങ്ങൾ തിരഞ്ഞെടുപ്പിനെ ഗൗരവമായി കാണണം. ഇത് പ്രത്യയശാസ്ത്രത്തെക്കുറിച്ചോ രാഷ്ട്രീയ സാഹചര്യത്തെക്കുറിച്ചോ അല്ല, അത് പൊതുജനത്തെക്കുറിച്ചാണ്. അപ്പോൾ കഥയുടെ മറുവശം പരിശോധിക്കാൻ ഇത് വലുതാണോ? വലുതല്ലേ? പുൽവാം പോലെയാണോ? അയോധ്യയാണോ? അത് എത്ര വലുതാണ്? യഥാർത്ഥത്തിൽ അയോധ്യ സന്ദർശിച്ച് ഭൂമിയിലെ സ്ഥിതി എന്താണെന്ന് കാണാൻ ഞങ്ങൾ ചിന്തിച്ചു. അപ്പോൾ ദുരബ്, നീ അയോധ്യയിൽ പോയി നീ പ്രതീക്ഷിച്ചത് പോലെയാണോ? കൂടുതൽ ഉത്സാഹം ഉണ്ടായിരുന്നോ? ഉത്സാഹം കുറവായിരുന്നോ? നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? നിങ്ങൾ ഓർക്കണം, അയോധ്യയിൽ വരുന്ന ആളുകൾ അയോധ്യയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നത് കൊണ്ടാണ്. അവർ സമർപ്പിതരായ ആളുകളാണ്. അതിനാൽ അവിടെയുള്ള ആളുകൾക്കിടയിൽ വലിയ ആവേശവും മതഭ്രാന്തും ഉണ്ടായിരുന്നു. നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് പോലെ ഇതൊരു വലിയ ക്ഷേത്രമാണ്. ഫൈസാബാദിലെയും അയോധ്യയിലെയും ജനസംഖ്യ വളരെ കുറവാണ്. വരുന്നവരുടെ എണ്ണത്തിൽ വലയുന്ന അവർ രാവിലെ 6 മുതൽ രാത്രി 9 വരെ വരും. എല്ലാ സമയത്തും ആളുകളുടെ അനന്തമായ ക്യൂ. അവിടെ വലിയ ആവേശമുണ്ട്, ചോദ്യമില്ല. പക്ഷേ മറക്കരുത്, ഇവരെല്ലാം യുപിയിൽ നിന്നുള്ളവരല്ല. എല്ലാവരും ഒരേ മണ്ഡലത്തിൽ നിന്നുള്ളവരല്ല. എന്നാൽ യുപിയിൽ തീർച്ചയായും ആവേശമുണ്ട്. ഇപ്പോൾ ആ ആവേശം എത്രത്തോളം തിരഞ്ഞെടുപ്പ് നേട്ടമായി മാറും? പുൽവാമയോളം വലുത് ഞാൻ അങ്ങനെ കരുതുന്നില്ല. പക്ഷേ പ്രത്യക്ഷത്തിൽ ഒരു നേട്ടമുണ്ട്. കാരണം ഇത് വർഷങ്ങളായി പണിതതാണ്. അയോധ്യ പണിതിട്ടില്ല, ഇപ്പോൾ ഉദ്ഘാടനം ചെയ്തു. 20-30 വർഷമായി പണിതിട്ട്. അപ്പോൾ നിങ്ങൾ പറഞ്ഞത് വളരെ ശരിയാണ് ഡോറാബ്. അവിടെ വരുന്ന ആളുകൾ ക്രമരഹിതമായ ഒരു സാമ്പിളല്ല, അവർ വളരെ തിരഞ്ഞെടുത്ത സാമ്പിളാണ്. അവർ 1000 മൈലുകൾ യാത്ര ചെയ്തിട്ടുണ്ട്. അവരിൽ ചിലർ അയോധ്യയിലേക്ക് വരാൻ വേണ്ടി മാത്രം. അതിനാൽ അവർ വളരെ അർപ്പണബോധമുള്ള ആളുകളാണ്. അവർ ഉത്തർപ്രദേശിലെ മറ്റ് ജനസംഖ്യയുടെ സാധാരണക്കാരല്ല, വ്യക്തമായി. വാസ്തവത്തിൽ നിങ്ങൾ അയോധ്യയിലെ അതിമനോഹരമായ ലതാ മങ്കേഷ്കർ സർക്കിളിലേക്ക് പോയാൽ അതിലും സമർപ്പിതവും ക്രമരഹിതവുമായ ഒരു സാമ്പിൾ നിങ്ങൾ കണ്ടെത്തും. അവയിൽ ചിലത് ശ്രദ്ധിക്കുക. ഒരു പേരേ ഉള്ളൂ, ജയ് ശ്രീറാം, ജയ് ശ്രീറാം. നമുക്ക് മറ്റെന്താണ് പറയാൻ കഴിയും? നിങ്ങൾക്ക് വേണമെങ്കിൽ അദ്ദേഹത്തിന്റെ പേരും പറയാം, മോദിജി. രാജ്യത്ത് ഒരേയൊരു തരംഗമേയുള്ളൂ, അത് മോദിജിയുടേതാണ്. സംശയമില്ല, മോദി. ഞങ്ങൾ മോദിയെ പിന്തുണയ്ക്കും, സംശയമില്ല. മോദിജി മാത്രം. പക്ഷേ എന്തിനാണ് മോദിജി? ഈ വികസനമെല്ലാം നിങ്ങൾക്ക് കാണാൻ കഴിയും. എല്ലാത്തിനും അവൻ ഉത്തരവാദിയാണ്. അതുകൊണ്ട് സ്വാഭാവികമായും നമ്മൾ അദ്ദേഹത്തിന് മാത്രം വോട്ട് ചെയ്യും. മോദി മാത്രമേയുള്ളൂ. ഇന്ത്യയുടെ ഭാവി ശോഭനമാക്കാൻ കഴിവുള്ള മറ്റൊരു സ്ഥാനാർത്ഥിയെ നിങ്ങൾക്ക് എന്നെ കാണിക്കാൻ കഴിയില്ല. മോദി. രാജ്യത്തിനും നാട്ടുകാർക്കും വേണ്ടി അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പോൾ മോദി മാത്രം. തിരഞ്ഞെടുപ്പിൽ BJP ആണ് മുന്നിൽ.
ഞാൻ അയോധ്യ സ്വദേശിയാണ്. ഒന്നാമതായി നമ്മുടെ ഭഗവാൻ രാമൻ വരുന്നു. അത് ശരിയാണ്, പക്ഷേ രാഷ്ട്രീയത്തിലും തിരഞ്ഞെടുപ്പിലും ആരാണ് മുന്നിൽ? അത് യോഗിയാണ് മോദി. രാജ്യത്തുടനീളം BJP ആണ് മുന്നിൽ. എനിക്ക് തോന്നാൻ കാരണം അവരുടെ പോയിന്റ് ഹിന്ദുമതമാണ്. അവർ ഹിന്ദുത്വത്തിനും അതിന്റെ പുരോഗതിക്കും വേണ്ടി പരമാവധി പ്രവർത്തിച്ചു. യോഗി, മോദി, മറ്റാർ? എന്നാൽ എന്തിനാണ് അവർ നയിക്കുന്നത്? വളരെ വ്യക്തമായ ഒരു കാലമെത്താൻ അവരുടെ ജോലി നല്ലതാണ്. അയോധ്യ മുമ്പ് എവിടെയായിരുന്നു, ഇന്ന് എവിടെ എത്തിയിരിക്കുന്നു. നിങ്ങൾ വോട്ട് ചെയ്യുമോ? എനിക്ക് പ്രായമായിട്ടില്ല, പക്ഷേ എന്റെ കുടുംബം തീർച്ചയായും വോട്ട് ചെയ്യും. ഇത്തവണ ഞാൻ തീർച്ചയായും വോട്ട് ചെയ്യും. അതിനാൽ നിങ്ങൾ ആ ശബ്ദങ്ങൾ കേട്ടു. അവരുടെ വികാരം, അവരുടെ ഭക്തി, പ്രത്യേകിച്ച് രാമക്ഷേത്രത്തിനുള്ളിൽ ഊർജത്തിന്റെയും വികാരത്തിന്റെയും അളവ് തികച്ചും അസാധാരണമാണ്. പക്ഷേ അജയ്, നിന്നോട് ചോദിക്കാൻ ആഗ്രഹിച്ച ഒരു കാര്യം, എന്നെ വിഷമിപ്പിച്ച ഒരു കാര്യം, മന്ദിരം ചുറ്റുമുള്ള 1 കിലോമീറ്റർ ചുറ്റളവിൽ വളരെ ദാരിദ്ര്യം ഉണ്ടായിരുന്നു. വീടുകൾ മോശമായി പരിപാലിക്കപ്പെട്ടു. അവർക്ക് ഒരു സഹായവും നൽകിയില്ല. ആളുകൾ 100 കോടികൾ ചെലവഴിച്ച ഈ മന്ദിരിലേക്കാണ് നിങ്ങൾ പോകുന്നത്. എന്തുകൊണ്ടാണ് അവർക്ക് ചുറ്റുമുള്ള വീടുകളിൽ അത് ചെലവഴിക്കാൻ കഴിയാത്തത്? മന്ദിരം ചുറ്റും 1, 2, 3 കിലോമീറ്റർ പോലും വളരെ ദാരിദ്ര്യമുണ്ട്. അത് ശരിക്കും സങ്കടകരമായ കാഴ്ചയായിരുന്നു. അതിനാൽ നിങ്ങൾ അയോധ്യയിൽ പോകുമ്പോൾ ചുറ്റും ദാരിദ്ര്യം കാണും. അവിടെയുള്ളവർക്കായി ഒരു മന്ദിരം പണിതത് നിങ്ങൾ കാണും. എന്നാൽ അവർക്ക് തൊഴിൽ വർദ്ധിപ്പിക്കാൻ ഒരു ശ്രമവും ഉണ്ടായില്ല. അല്ലെങ്കിൽ അവരുടെ ജീവിത നിലവാരം ഉയരുകയോ വർദ്ധിക്കുകയോ ചെയ്തില്ല. ഒരു മന്ദിരം വരുമ്പോൾ ടൂറിസം വരുമെന്ന് സർക്കാർ പറയുന്നു. അപ്പോൾ ഉയർച്ച തനിയെ സംഭവിക്കും. എന്നാൽ ആ ഉയർച്ച എപ്പോൾ സംഭവിക്കും? ഏതുതരം തൊഴിലുണ്ടാകും? അവരുടെ വീടുകളിൽ ഗസ്റ്റ് ഹൗസുകൾ പണിയുമോ? അവർ ഏതുതരം കാര്യങ്ങൾ ചെയ്യും? ഇത് സംബന്ധിച്ച് ഏറെ ചർച്ചകൾ നടക്കുന്നുണ്ട്. അവരുടെ ദാരിദ്ര്യം എങ്ങനെ കുറക്കാം? അവർക്ക് ഒരു റോഡ് മാപ്പില്ല. മന്ദിരം ഒരു തിരഞ്ഞെടുപ്പ് വിഷയമാണ്. അതാണ് അവർ അവിടെ ചെയ്തത്, അവിടെ കാണുന്നത്. യോഗി ആദിത്യനാഥിന്റെ റാലിയിലും ഞങ്ങൾ പങ്കെടുത്തു. അയാൾക്ക് പറയാനുള്ളത് കേൾക്കൂ. അയോധ്യയും കാശിയും ലക്ഷ്യത്തിലെത്തി. ഇപ്പോൾ നിങ്ങളുടെ ഊഴമാണ്. ഇനി വികസനത്തിനായി കേഴേണ്ടിവരില്ല. കാരണം ആഗ്രയ്ക്ക് പോലും ഇപ്പോൾ വിമാനത്താവളം ലഭിക്കാൻ പോകുന്നു. ആഗ്രയ്ക്ക് പോലും ഇപ്പോൾ ഗംഗാ നദിയിൽ നിന്ന് വെള്ളം ലഭിക്കുന്നു. ഹർഘർ നൽ പദ്ധതിയും നടപ്പാക്കുന്നുണ്ട്. സഹോദരി സഹോദരന്മാരെ, രാമനവമി നാളിൽ ശ്രീരാമനെ സൂര്യതിലകം കൊണ്ട് അഭിഷേകം ചെയ്തത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ശരിയാണോ? ഒരു വശത്ത് കോൺഗ്രസ്, സമാജ്വാദി പാർട്ടി, ബഹുജൻ സമാജ്വാദി പാർട്ടി ഇവരെല്ലാം ഉണ്ടായിരുന്നു. ശ്രീരാമൻ അയോധ്യയിൽ ജനിച്ചുവെന്നതിന് എന്താണ് തെളിവ് എന്ന് അവർ ഞങ്ങളോട് ചോദിക്കാറുണ്ടായിരുന്നു. ശ്രീരാമനും കൃഷ്ണനും ഇല്ലെന്ന് അവർ പറയാറുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ മോദിജി കാരണം അവർ പരാജയപ്പെട്ടു. അവരുടെ നുണകൾ പുറത്തു വന്നു. മോദിജി കാരണം നൂറ്റാണ്ടുകളായി നിലനിന്ന സംഘർഷം പരിഹരിക്കപ്പെടുകയും രാമക്ഷേത്രം വീണ്ടും പുനഃസ്ഥാപിക്കപ്പെടുകയും ചെയ്തു. ആളുകൾ സംസാരിച്ച ഘടകങ്ങളിലൊന്ന് 2 വലിയ വ്യക്തിത്വങ്ങളെക്കുറിച്ചാണ്, മോദിയും യോഗിയും. അവർ തമ്മിലുള്ള ചലനാത്മകത എന്താണ്? അവർക്ക് ധാരാളം സിദ്ധാന്തങ്ങൾ ഉണ്ടായിരുന്നു. അജയ്, മോദിയും യോഗിയും തമ്മിലുള്ള ഈ ബന്ധത്തെക്കുറിച്ച് നിങ്ങൾ എന്താണ് കേൾക്കുന്നത്? യോഗിയും മോദിയും തമ്മിലുള്ള ബന്ധം വളരെ മികച്ചതാണ്. അവർ ബനാറസിൽ പോകുമ്പോൾ എപ്പോഴും മോദിയുടെ ഒരൊറ്റ ഫോട്ടോ ഉണ്ടാകും. എന്നാൽ യോഗിയുടെ തോളിൽ കൈവച്ച ഫോട്ടോയാണ് പുറത്തുവരുന്നത്. യോഗിയും മോദിയും തമ്മിൽ വലിയ ബന്ധമുണ്ടെന്ന് ഇത് കാണിക്കുന്നു. മോദിക്ക് 300-ലധികം സീറ്റ് കിട്ടിയാൽ യോഗി മുഖ്യമന്ത്രിയായി തുടരില്ല എന്നൊരു സംസാരമുണ്ട്. അവൻ നീക്കം ചെയ്യപ്പെടും. രജപുത്ര സമുദായത്തിൽ ഇത് സംബന്ധിച്ച് ശക്തമായ അഭ്യൂഹമുണ്ട്. അദ്ദേഹത്തെ നീക്കം ചെയ്യുമെന്ന് പ്രഖ്യാപിച്ച വലിയൊരു പഞ്ചായത്താണ് അവർക്കുണ്ടായിരുന്നത്. പടിഞ്ഞാറൻ ഉത്തർപ്രദേശിലെ ആദ്യവട്ട തെരഞ്ഞെടുപ്പിൽ ഇത് കണ്ടു. ഇക്കാരണത്താൽ BJPക്ക് വോട്ട് ചെയ്യില്ലെന്നും അവർ പറഞ്ഞു. മോദിജി യോഗിക്ക് പ്രാധാന്യം നൽകുന്നില്ല. ഗുജറാത്തിൽ അമിത് ഷായുടെ ഒരു നാടകവും ഉണ്ടായേക്കാം. അപ്പോൾ അവർ യോഗി ജിയെ യഥാർത്ഥത്തിൽ നീക്കം ചെയ്താലോ? അങ്ങനെ സംഭവിച്ചാൽ ഒരു കലാപം നടക്കും. താക്കൂർ ലോബിക്ക് ദേഷ്യം വരും. രാജസ്ഥാനിലും ഗുജറാത്തിലുമാണ് നമ്മുടെ പഞ്ചായത്ത് നടന്നത്. താക്കൂർ സമൂഹം വളരെ വലുതാണ്, നിങ്ങൾ കാണാം. ഫത്തേപൂർ സിക്രിയിലെ ജനങ്ങൾ ഇതിനെ എതിർക്കുന്നു. ഞങ്ങളുടെ ഗ്രാമപഞ്ചായത്ത് വളരെ സ്വാധീനമുള്ളതാണ്. ഞങ്ങളുടെ പിന്തുണയോടെ MLA വിജയിച്ചു. ഫത്തേപൂർ സിക്രി പ്രദേശത്തെ ഏറ്റവും വലിയ ഗ്രാമപഞ്ചായത്താണിത്. മോദിജി അമിത് ഷായെ അനുകൂലിക്കുന്നു. പ്രായപരിധി, അതായത് 60-65 വയസ്സ് കാരണം മോദിക്ക് ഭരിക്കാൻ കഴിയാതെ വരുമ്പോൾ അമിത് ഷായാണ് അധികാരത്തിൽ വരുന്നത്, യോഗിജിയല്ല. ഇതിൽ ഞങ്ങൾക്ക് ഭയമാണ്. BJPയെ അധികാരത്തിലെത്തിച്ച ജനങ്ങൾക്ക് അവരെയും ഇല്ലാതാക്കാൻ കഴിയുമെന്ന് നമുക്ക് കാണിക്കണം. അഖിലേഷ് യാദവിനെ പോലെ ഒരു യാദവും കഴിഞ്ഞ 15 വർഷമായി അവർക്കുള്ള പിന്തുണ ഉപേക്ഷിച്ചിട്ടില്ല, മായാവതിക്കൊപ്പം പോലും. അതുപോലെ യോഗിജിക്കുള്ള ഞങ്ങളുടെ പിന്തുണ ഞങ്ങൾ ഉപേക്ഷിക്കില്ല. യോഗി പ്രധാനമന്ത്രിയാകും. അവൻ വളരെ നല്ല ജോലി ചെയ്യുന്നു. അമിത് ഷാ നല്ല തിരഞ്ഞെടുപ്പാണ്, എന്നാൽ യോഗിജിയാണ് നല്ലത്. ജനങ്ങൾക്ക് യോഗി ജിയെ ആവശ്യമാകുമ്പോൾ അദ്ദേഹത്തെ അധികാരത്തിലെത്തിക്കാൻ പാർട്ടി നിർബന്ധിതരാകും. യോഗി ജിയെ അടുത്ത പ്രധാനമന്ത്രിയായി കാണാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. പൊതുജനങ്ങൾ അദ്ദേഹത്തെ പിന്തുണയ്ക്കും. ഞങ്ങൾ ചെറിയ ആളുകളാണ്, പൊതുജനങ്ങളാണ്. പക്ഷേ യോഗിജിക്കുള്ള ഞങ്ങളുടെ പിന്തുണയിൽ നിന്ന് ഞങ്ങൾ ഒരിക്കലും പിന്നോട്ട് പോകില്ല. സർക്കാരിലെ നമ്മുടെ അംഗീകാരമാണ് അദ്ദേഹം. അവനിൽ നാം നമ്മെ തന്നെ കാണുന്നു.
മോദിജി നന്നായി പ്രവർത്തിക്കാത്തത് പോലെയല്ല യോഗിജിക്കൊപ്പം BJP മുന്നോട്ട് പോകേണ്ടി വരും. അവർ അത് ചെയ്യണം. ഠാക്കൂർ യോഗി ആദിത്യനാഥ് ഒരു ക്ഷത്രിയ രജപുത്രനാണെന്നും അങ്ങനെ ജനിച്ചതിൽ താൻ അഭിമാനിക്കുന്നുവെന്നും അദ്ദേഹം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഫത്തേപൂർ സിക്രിയിലെ ജനസംഖ്യ പ്രധാനമായും ക്ഷത്രിയരാണ്. അവരെല്ലാം യോഗിജിക്ക് വോട്ട് ചെയ്യും. അവർ ഒരു ക്ഷേത്രം പണിതു. എന്നാൽ കഴിഞ്ഞ 500 വർഷമായി നമ്മുടെ രജപുത്ര സഹോദരന്മാർക്ക് പഗ്ഡി അല്ലെങ്കിൽ അവരുടെ ജുട്ടിസ് ധരിക്കാൻ കഴിഞ്ഞില്ല. യോഗി മഹാരാജ് ഞങ്ങളുടെ ആത്മാഭിമാനം തിരികെ കൊണ്ടുവന്നു. ഞങ്ങൾ BJPയുടെ ഉപമുഖ്യമന്ത്രി ബ്രിജേഷ് പഥക്കിനെ കാണുകയും ഈ വിവിധ വിഷയങ്ങളെക്കുറിച്ച് അദ്ദേഹത്തോട് ചോദിക്കുകയും ചെയ്തു. അദ്ദേഹത്തിന് പറയാനുള്ളത് ഇതാണ്: ഞങ്ങൾ ജനങ്ങളോടും തെരുവിലെ വോട്ടർമാരോടും അവർക്ക് പറയാനുള്ളത് കണ്ട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പിനെക്കുറിച്ചും യോഗിയെ എങ്ങനെ പുറത്താക്കുമെന്നതിനെക്കുറിച്ചും രജപുത്രർക്ക് മാത്രമാണ് അല്പം ആശങ്ക. ഇല്ല, അങ്ങനെയൊരു സാഹചര്യം ഉണ്ടാകില്ല. കിംവദന്തികൾ പ്രചരിക്കുന്നുണ്ടെങ്കിലും അവ കേവലം കിംവദന്തികളാണ്. അതിൽ കൂടുതലൊന്നുമില്ല. എല്ലാം നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നു. പ്രതിപക്ഷം ഈ കിംവദന്തികൾ പ്രചരിപ്പിച്ചു. അവ ശരിയല്ല. അതെല്ലാം കിംവദന്തിയാണോ? അതെ, അടിസ്ഥാനമില്ലാത്ത കിംവദന്തികൾ. ശിവരാജ് ചൗഹാൻ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുകയും അദ്ദേഹത്തോട് സ്ഥാനമൊഴിയാൻ ആവശ്യപ്പെടുകയും ചെയ്തതിനെക്കുറിച്ച്. ഭരണത്തിലും കടമകളിലും ഇത്തരം മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. 2004-ൽ ഞാൻ MP ആയിരുന്നു. പിന്നെ രാജ്യസഭയിൽ ചേർന്നു. ഇപ്പോൾ MLA. അതുകൊണ്ട് കർത്തവ്യങ്ങളിൽ ഇത്തരം മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ആരാണ് വലിയ ശക്തി, മോദിയോ യോഗിയോ? മോദിയാണ്. മോദി ആഗോളതലത്തിൽ ഇഷ്ടപ്പെടുന്ന രാഷ്ട്രീയക്കാരനാണ്. അദ്ദേഹം കാരണം രാജ്യത്തിന് അന്താരാഷ്ട്ര തലത്തിൽ അംഗീകാരം ലഭിച്ചു. പാവപ്പെട്ടവരുടെ വികസനത്തിനായുള്ള അദ്ദേഹത്തിന്റെ നയങ്ങൾ താഴെത്തട്ടിൽ എല്ലാവരിലും എത്തിയിട്ടുണ്ട്. ഒരു പാവം മനുഷ്യന് എന്താണ് വേണ്ടത്? ഭക്ഷണവും പാർപ്പിടവും. അങ്ങനെ ഇപ്പോൾ ലക്ഷം വരെ സീറോ പേയ്മെന്റ് ഗ്യാരണ്ടിയോടെ വീടും ഗ്യാസ് കണക്ഷനും സൗജന്യ വൈദ്യുതി കണക്ഷനും ലഭിക്കുന്നു. അത് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ 70 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരെ പോലും മോദിജി ഉൾപ്പെടുത്തി. അതാണ് ആയുഷ്മാൻ ഭാരത് ഗ്യാരണ്ടി. പുൽവാമ പോലെയുള്ള തിരഞ്ഞെടുപ്പ് വിഷയമാണോ അയോധ്യ? രാഷ്ട്രീയമായി അയോധ്യ മറ്റൊരു വിഷയമാണ്. അത് വിശ്വാസത്തിന്റെ ഇടമാണ്. ലോകജനത അവിടെ ചെന്ന് തല കുനിക്കുന്നു. രാമക്ഷേത്ര നിർമ്മാണത്തിന് ശേഷം ഇന്ത്യയുടെ ഭൂപ്രകൃതി തന്നെ മാറി. BJP വാഗ്ദാനം ചെയ്തതും മോദിജി വാഗ്ദാനം ചെയ്തതും അവർ നിറവേറ്റിയെന്ന് ജനങ്ങൾ വിശ്വസിക്കുന്നു. BJPയുടെ രൂപീകരണം, രാമക്ഷേത്ര നിർമ്മാണം, ആർട്ടിക്കിൾ 370 നീക്കം, ഏകീകൃത സിവിൽ കോഡ് എന്നിവ ഞങ്ങളുടെ പ്രകടന പത്രികകളിൽ ഉണ്ട്. അവ ഓരോന്നും ഞങ്ങൾ നിറവേറ്റുകയാണ്. നിങ്ങളുടെ സംസ്ഥാനത്ത് ഏകദേശം 20% മുസ്ലിങ്ങളുണ്ട്. നിങ്ങളൊരു ടിക്കറ്റ് പോലും നൽകിയിട്ടില്ല. 2009-ൽ ഞാൻ രാജ്നാഥ് സിംഗ് ജിയോട് ഈ ചോദ്യം ചോദിച്ചിരുന്നു. എന്നാൽ ഇന്നും അത് അങ്ങനെ തന്നെ. അല്ല, അത് അങ്ങനെയാണ്. ഞാൻ പറയാം. ജനാധിപത്യത്തിൽ തിരഞ്ഞെടുപ്പിന് പോകുമ്പോൾ നമ്മൾ തീരുമാനിക്കുന്നത് വിജയത്തിന്റെ അടിസ്ഥാനമാണ്. അതുകൊണ്ട് ജയിക്കാൻ കഴിയുന്നവരെ ഞങ്ങൾ സ്ഥാനാർത്ഥികളാക്കുന്നു. അവർ കുറ്റവാളികളാണെങ്കിൽ പോലും. കുറ്റവാളികളല്ല. സുതാര്യതയോടും നിഷ്പക്ഷതയോടും കൂടി പൊതുജനങ്ങളിൽ നിന്നുള്ള ഇൻപുട്ടുകൾ ഉപയോഗിച്ച് BJP അളവുകൾ രൂപപ്പെടുത്തിയിട്ടുണ്ട്. ഞങ്ങളുടെ പാർട്ടിയിൽ ഒരു കുറ്റവാളിയുമില്ല. എന്നാൽ പറയൂ, UPയിൽ BJP ശക്തമാണ്. നിങ്ങൾക്ക് ഇരട്ട എഞ്ചിൻ ഗവൺമെന്റ് ഉണ്ട്. പിന്നെ എന്തിനാണ് സഖ്യകക്ഷികളെ കൊണ്ടുവരുന്നത്? RLD പോലെ അത് നിങ്ങളോടൊപ്പമല്ല. ഇപ്പോൾ വികസിത ഇന്ത്യ എന്ന മോദിജിയുടെ പ്രമേയം പോലെയുള്ള ഒരു വലിയ ചിന്തയിൽ നമ്മൾ പ്രവർത്തിക്കുമ്പോൾ പല രാഷ്ട്രീയ പാർട്ടികളും സാമൂഹിക സംഘടനകളും BJPയുമായി കൂട്ടുകൂടാൻ ശ്രമിക്കുന്നു. ഇന്ത്യയെ ഒരു വികസിത രാഷ്ട്രമാക്കി മാറ്റാനുള്ള കഴിവ് മോദിജിക്കുണ്ടെന്നും അദ്ദേഹം അങ്ങനെ ചെയ്യുകയാണെന്നും ജനങ്ങൾ വിശ്വസിക്കുന്നു. മോദിജിയുടെ ഉറപ്പിനെക്കുറിച്ച് പ്രചരിപ്പിക്കാൻ എല്ലാ വീടുകളിലും വാഹനങ്ങൾ അയച്ച ആദ്യത്തെ സർക്കാരാണിത്. ഈ തിരഞ്ഞെടുപ്പിൽ സത്യസന്ധമായി ആരാണ് നിങ്ങളുടെ പ്രധാന പ്രതിപക്ഷം? അഖിലേഷ് യാദവോ, പ്രിയങ്ക ഗാന്ധിയോ, രാഹുൽ ഗാന്ധിയോ? ആരാണ് പ്രതിപക്ഷ നേതാവ്? ഒരാളുടെ പേര് മാത്രം. ഈ ആളുകൾക്ക് യുദ്ധം ചെയ്യാൻ കഴിയില്ല. ജനം അവരെ തള്ളിക്കളഞ്ഞു. ഗുണ്ടായിസം, അരാജകത്വം, മാഫിയ, ഗുണ്ടായിസം, സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ, വീടുകളും കടകളും പിടിച്ചെടുക്കൽ എന്നിവയ്ക്ക് പേരുകേട്ട അഖിലേഷ് യാദവിന്റെ സമാജ്വാദി പാർട്ടിയെ ജനങ്ങൾ പൂർണ്ണമായും തള്ളിക്കളഞ്ഞു. കോൺഗ്രസ് പാർട്ടി പൂജ്യമാണ്. UPയിലെ കോൺഗ്രസ് പാർട്ടിയുടെ അഴിമതികൾ ജനങ്ങൾ മറന്നിട്ടില്ല. AI2 തങ്ങൾ ഉൾക്കൊണ്ടിരുന്ന അഴിമതിയുടെ ചെളിക്കുണ്ടിനെ കുറിച്ച് ആളുകൾ ഇപ്പോഴും ഓർക്കുന്നു. അവർക്ക് അടിസ്ഥാനമില്ല. പ്രതിപക്ഷം സ്വതന്ത്രമായ UP. സമാജ്വാദി പാർട്ടിയെയും ഇന്ത്യ സഖ്യത്തെയും ജനങ്ങൾ പൂർണ്ണമായും തള്ളിക്കളഞ്ഞെന്ന് എനിക്ക് പറയാൻ കഴിയും. ഇനി മുസ്ലിം വോട്ടിന്റെ കാര്യമോ? മുസ്ലിങ്ങൾ ജനസംഖ്യയുടെ 17.7%. ഇത് വളരെ ഉയർന്നതാണ്. രാജ്യത്തെ ഉയർന്ന 5 സംസ്ഥാനങ്ങളിൽ. അപ്പോൾ ഇവിടെ ഉത്തർപ്രദേശിലെ സ്ഥിതി എന്താണ്? ശരി, ഒന്നാമതായി മുസ്ലിംകൾ യഥാർത്ഥത്തിൽ 2 പ്രദേശങ്ങളിൽ മാത്രമാണുള്ളത്. വടക്കുപടിഞ്ഞാറും പടിഞ്ഞാറും. അവരുടെ വോട്ട് ഏകദേശം 32%. മുസ്ലിം വോട്ടുകൾ ഉള്ള ഈ പ്രദേശത്ത് വാസ്തവത്തിൽ ഉത്തർപ്രദേശിൽ ഉടനീളം മുസ്ലിം വോട്ടുകൾ എവിടെയായിരുന്നാലും BJPക്ക് ഒരു ഭാഗ്യ നേട്ടമുണ്ട്. അതാണ് മുസ്ലിം വോട്ടുകൾ പിളർന്നത്. മുസ്ലിം വോട്ടിന്റെ ഭൂരിഭാഗവും ഉള്ള BJP ഇതര മുസ്ലിം വോട്ടുകൾ നോക്കിയാൽ അത് 60% സമാജ്വാദി പാർട്ടിക്കും 40% മറ്റ് പാർട്ടികൾക്കും വിഭജിച്ചിരിക്കുന്നു. ഇത് 60-40 വിഭജനമാണ്.
അങ്ങനെ മുസ്ലിം വോട്ടുകൾ ഭിന്നിച്ചു. അതിലുപരിയായി ദോറാബ് ഞങ്ങൾ കണ്ടെത്തിയത് മുസ്ലിംകൾ സംഖ്യയിൽ സാമാന്യം ശക്തരായിരിക്കുന്നിടത്ത് ആ പ്രദേശത്ത് ഒരു ഹിന്ദു ഏകീകരണമുണ്ട്, അല്ലേ? അതെ, മുസ്ലിം വോട്ടുകൾ 30% പോയി കഴിഞ്ഞാൽ അതിലും കൂടുതൽ ഹിന്ദു ഏകീകരണമുണ്ടെന്ന് ഞാൻ കരുതുന്നു. കൂടാതെ ഒരേ സീറ്റിൽ ഒന്നിലധികം മുസ്ലിങ്ങൾ നിൽക്കുന്നതായി നിങ്ങൾ എപ്പോഴും കണ്ടെത്തും. അതിനാൽ മുസ്ലിം വോട്ടുകൾ ഒരു വശത്ത് ഭിന്നിക്കപ്പെടുന്നു, മറുവശത്ത് ഹിന്ദു ഏകീകരണമുണ്ട്. അതുകൊണ്ട് തന്നെ മുസ്ലിം ആധിപത്യമുള്ള എല്ലാ സീറ്റുകളിലും അത്ര മോശമാകാതിരിക്കാനാണ് BJPയുടെ പ്രവണത. അത് വളരെ നല്ലതാണ്. അപ്പോൾ അജയ്, ഇത്തവണത്തെ മുസ്ലിം വോട്ടുകൾ വീണ്ടും പിളരുമോ? അതോ SP-യുടെയോ കോൺഗ്രസിന്റെയോ പിന്നിലാകുമോ? അതോ BSP-യിലേക്ക് പോകുമോ? നിലത്ത് എന്താണ് തോന്നുന്നത്? നേരത്തെ നടന്ന തെരഞ്ഞെടുപ്പുകളിൽ നമ്മൾ കണ്ടത് മായാവതി എവിടെയായിരുന്നാലും ഇന്ത്യ ഗത്തബന്ധനിലെ SP കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ എവിടെയായിരുന്നാലും അവർ മുസ്ലിം സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്തെടുത്ത് മായാവതിയും മുസ്ലിം സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്തു എന്നതാണ്. മുസ്ലിം സ്ഥാനാർത്ഥി BSP-യുടെ വിജയിയാണെങ്കിൽ മുസ്ലിം വോട്ടുകൾ BSP-യിലേക്ക് പോകുകയും ഇന്ത്യ സഖ്യം വിടുകയും ചെയ്യുമെന്ന് കേൾക്കുകയോ കാണുകയോ ചെയ്യുന്നു. ഈ സാഹചര്യം വിഭജിക്കപ്പെടുകയാണെങ്കിൽ അത് കാണാൻ കഴിയും, കാരണം മായാവതി അവിടെ മുസ്ലിം സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്തുവെന്ന്. മുസ്ലിം സ്ഥാനാർത്ഥിയെ നോക്കിയാൽ അവൻ ഇന്ത്യ ഗത്തബന്ധനൊപ്പമാണ്, അവൻ അവിടെ വോട്ട് ചെയ്യും. പക്ഷേ എവിടെ കണ്ടാലും BSP സ്ഥാനാർത്ഥി വിജയിക്കുന്ന സ്ഥാനം, പ്രത്യേകിച്ച് പശ്ചിമ ഉത്തർപ്രദേശിലും പൂർവാഞ്ചലിലെ ചില ജില്ലകളിലും. മുസ്ലിം ദളിത് കൂട്ടുകെട്ട് അതിശക്തമായ ഇവിടെ BSP തന്റെ സ്ഥാനാർത്ഥിയെ ആ സ്ഥാനത്ത് നൽകിയാൽ BSP-യിലേക്ക് പോകാം. BSP-ക്കും അവിടെ സീറ്റ് കിട്ടുമെന്നതിൽ സംശയമില്ല. BJP വിജയിക്കുന്ന സ്ഥാനം എവിടെ കണ്ടാലും മുസ്ലിം വോട്ടുകൾക്ക് ഈ രണ്ടിടത്തും പോകാം. എന്നാൽ പലപ്പോഴും അതെ, അവർ വിജയിക്ക് വോട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ അവർക്കെല്ലാം വ്യത്യസ്ത വീക്ഷണങ്ങളുണ്ട്. അവസാനം അത് പിളരുന്നു. അതുകൊണ്ട് അജയ് വിവരിക്കുന്നത് പോലെ സ്ഥിതി മാറിയിട്ടുണ്ടാകില്ല. മുസ്ലിം വോട്ടുകൾ ഇപ്പോഴും പിളർന്നേക്കാം. ഒരുപക്ഷെ 60 കുറയ്ക്കുക 40, അല്ല ചിലപ്പോൾ 80 കുറയ്ക്കുക 20. എന്നാൽ ഏത് പിളർപ്പും തീർച്ചയായും BJP-യെ സഹായിക്കുന്നു. അവസാനമായി ഒരു നോക്ക്. ഞങ്ങൾ അവസാനിക്കാൻ പോകുന്നു. വോട്ടിംഗ് ഘടകം നോക്കൂ. BJP-യെ സഹായിച്ച പോളിംഗ് ശതമാനത്തിൽ കുറവുണ്ടെന്ന് ഞങ്ങൾ പറഞ്ഞത് ഓർക്കുക. മുന്നോട്ട് നോക്കുമ്പോൾ ചരിത്രപരമായി കുറഞ്ഞ പോളിംഗ് പ്രദേശങ്ങൾ എവിടെയാണെന്ന് നോക്കുകയാണെങ്കിൽ അത് ഉത്തർപ്രദേശിന്റെ കിഴക്കൻ ഭാഗത്താണ്. കൂടുതൽ ദരിദ്രമാണ്. നിങ്ങൾ കടന്നു പോകുമ്പോൾ നിങ്ങൾക്ക് അത് ദൃശ്യമായി കാണാൻ കഴിയും. അത് ദുരന്തമാണ്. ഉത്തർപ്രദേശിന്റെ പടിഞ്ഞാറൻ ഭാഗവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇത് വളരെ ദരിദ്രമാണ്. അതിനാൽ അവിടെ നിന്ന് ധാരാളം കുടിയേറ്റം നടക്കുന്നു. ദോറാബ് കുടിയേറ്റക്കാർക്ക് അവർ എവിടെയായിരുന്നാലും വോട്ട് ചെയ്യാൻ അനുവദിക്കുന്ന സമയമല്ലേ? ന്യൂയോർക്കിൽ നിന്ന് NRകളെ വോട്ട് ചെയ്യാൻ അനുവദിക്കുന്നതിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ നാസിക്കിൽ നിന്നോ സൂററ്റിൽ നിന്നോ വോട്ട് ചെയ്യാൻ നിങ്ങൾ കുടിയേറ്റക്കാരെ അനുവദിക്കണമെന്ന് ഞങ്ങൾ കുറഞ്ഞത് ഒരു ദശാബ്ദമായി സംസാരിക്കുന്നുണ്ടെന്ന് ഞാൻ കരുതുന്നു. എന്നാൽ ഇലക്ട്രോണിക് ഉപകരണങ്ങളും ആധാർ കാർഡും ഉണ്ടെങ്കിലും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത് ലളിതമല്ല. പക്ഷേ അത് ചെയ്യാൻ കഴിയുന്നതാണ്. യുപിയിലെയും ബീഹാറിലെയും കുടിയേറ്റക്കാർ താമസിക്കുന്ന വലിയ നഗരങ്ങളിലെങ്കിലും അവർ ഇത് ചെയ്യണം. അതുകൊണ്ട് ദോറാബ്, ഈ തിരഞ്ഞെടുപ്പിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട വലിയ നേതാക്കൾ, ഭാരിച്ചോർ, വ്യക്തിത്വങ്ങൾ, അവരിൽ ചിലർ എന്തൊക്കെയാണെന്ന് ഞങ്ങളോട് പറയും. നിങ്ങൾക്കറിയാമോ, യുപിക്ക് 80 സീറ്റുകളുണ്ട്. BJPക്ക് 300-ൽ 60 എണ്ണവുമുണ്ട്. തീർച്ചയായും വാരണാസിയിൽ നിന്നുള്ള പ്രധാനമന്ത്രി, മന്ത്രിസഭയിലെ 2ാം അല്ലെങ്കിൽ 3ാം നമ്പർ, ലക്നൌവിൽ നിന്ന് രാജ്നാഥ് സിംഗ്, അമേഠിയിൽ നിന്ന് സ്മൃതി ഇറാനി, മധുരയിൽ നിന്നുള്ള നടി ഹേമമാലിനി, മീററ്റിൽ നിന്നുള്ള ശ്രീരാമനായി വേഷമിട്ട അരുൺ ഗോവിൽ, ജിതിൻ പ്രസാദ്, പിലിഭിത്തിൽ നിന്നുള്ള മുൻ കോൺഗ്രസ്, ലഖിംപൂർ കേരിയിൽ നിന്നുള്ള അജയ് മിശ്ര തേനി, പിന്നെ മഹാരാഷ്ട്രയിൽ നിന്നുള്ള ഇറക്കുമതികളിൽ ഒന്ന് ശ്രീ കൃപാശങ്കർ, ജൗൻപൂരിൽ നിന്നുള്ള സിംഗ്. തെലങ്കാനയിൽ നിന്നുള്ള ശ്രീകല എന്ന സ്ത്രീക്കെതിരെയാണ് കൃപാശങ്കർ സിംഗ് മത്സരിക്കുന്നത്. മഹാരാഷ്ട്ര തെലങ്കാന പോരാട്ടമാണ് യുപിയിൽ നടക്കുന്നത്. അപ്പോൾ തീർച്ചയായും ഉണ്ട്. SP ശരിക്കും ഒരു കുടുംബ രാഷ്ട്രീയമാണ്. അഫ്സൽ അൻസാരി, ഗാസിപൂർ, എന്നാൽ പിന്നെ ഡിംപിൾ യാദവ്, ധർമ്മേന്ദ്ര യാദവ്, ആദിത്യ യാദവ്, അക്ഷയ് യാദവ് എന്നിവരെല്ലാം അഖിലേഷ് യാദവുമായി ഏതെങ്കിലും തരത്തിൽ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ബന്ധത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്നു. പിന്നെയുള്ളത് കോൺഗ്രസ് ആണ്. കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിലായി അജയ് റായ് ഉണ്ട്. ഇത് 3ാമത്തെ തിരഞ്ഞെടുപ്പാണ്. അദ്ദേഹം മിസ്റ്റർ മോദിയോടും ഇമ്രാൻ മസൂദിനോടും സഹരൻപൂരിൽ പോരാടുകയാണ്. പിന്നെ തീർച്ചയായും മിസ്റ്റർ മോദിയുടെ സഖ്യകക്ഷികൾ അപ്നാദൾ, സോണിലാൽ പട്ടേലിന്റെ മകൾ അനുപ്രിയ പട്ടേൽ, അരവിന്ദ് രാജ്ഭർ. RLDയുടെ മുഴുവൻ പാർട്ടിയെയും ഒരു ഗഡ്ബന്ധനിൽ നിന്ന് മറ്റൊന്നിലേക്ക് കൊണ്ടുപോയ ജതിൻ ചൗധരിയുടെ അന്തിമമായ സമ്പൂർണ്ണ കുടിയേറ്റം. യുപിയിൽ പലതരത്തിലുള്ള നീക്കങ്ങൾ നടക്കുന്നുണ്ട്. പാർട്ടികൾ നീങ്ങുന്നു, ആളുകൾ നീങ്ങുന്നു, എല്ലാം നീങ്ങുന്നു. എന്നാൽ വ്യക്തിത്വങ്ങൾ നിലനിൽക്കുന്നു. അതെ, എവിടെ പോയാലും അവർ ഒരു വ്യക്തിത്വമായി നിലകൊള്ളുന്നു. അത് സത്യമാണ്. അജയ്, അവസാനമായി ഒരു കാര്യം. ഈ തിരഞ്ഞെടുപ്പിന്റെ പ്രവചനം എന്താണെന്ന് നോക്കാം. ഞങ്ങൾ നിങ്ങൾക്ക് 3 പ്രവചനങ്ങൾ നൽകാൻ പോകുന്നു.
ആദ്യം അഭിപ്രായ വോട്ടെടുപ്പ്. അഭിപ്രായ സർവേകൾ എന്താണ് പറയുന്നത്? 80 സീറ്റിൽ NDAക്ക് എത്ര സീറ്റ് ലഭിക്കും? 80 സീറ്റുകളിൽ NDAക്ക് 74 സീറ്റുകൾ ലഭിക്കുമെന്നാണ് സർവേ പറയുന്നത്. ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിലൂടെയാണ് യഥാർത്ഥത്തിൽ ഏറെക്കുറെ മെച്ചപ്പെട്ട പ്രവചനം. കഴിഞ്ഞ 20 വർഷത്തിനിടയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ പരിശോധിച്ചാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരു വർഷത്തിനുള്ളിൽ നടന്നാൽ നല്ല പ്രവചനങ്ങൾ ഉണ്ട്. ഇപ്പോൾ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് 2 വർഷം മുമ്പാണ് നടന്നത്. അതിനാൽ ഇത് സമാന കാര്യമല്ല. എന്നാൽ നിങ്ങൾ അതിലൂടെ പോയാൽ 80 സീറ്റുകളിൽ 50 മുതൽ 55 വരെ സീറ്റുകൾ പ്രവചിക്കുന്നു. അസംബ്ലി പോയിന്റർ 50 മുതൽ 55 വരെയാണ്. ജേർണലിസ്റ്റ് കഫേയിലെ ആ കൂട്ടം മാധ്യമ പ്രവർത്തകരോട് അവർ എന്താണ് ചിന്തിക്കുന്നതെന്ന് ഞങ്ങൾ ചോദിച്ചു. അവർക്കെല്ലാം വ്യത്യസ്തമായ കണക്കുകൾ ഉണ്ടായിരുന്നു. ഞങ്ങൾ വ്യക്തികളിലേക്ക് പോകില്ല. ഇത് 55 മുതൽ 75 വരെ എവിടെയോ വ്യത്യാസപ്പെട്ടിരുന്നു. ഞങ്ങൾ നോക്കി, എല്ലാവരുടെയും ശരാശരി 80-ൽ 62 എല്ലാവരും സമ്മതിച്ചു. അതിനാൽ 74, 50 മുതൽ 55, 62. അതിനാൽ BJPയും NDAയും വിജയിക്കുമെന്ന് വ്യക്തമായി എല്ലാവരും കരുതുന്നു. എന്നാൽ എത്രത്തോളം എന്നത് പ്രധാനമാണ്. അജയ്, 50, 60, 70 എന്ന് നിർണ്ണയിക്കുന്ന പ്രധാന ഘടകം എന്താണ്? നേരത്തെ ഒരു തിരഞ്ഞെടുപ്പിൽ ഒരു പ്രശ്നമായിരുന്നു. 2014-ലെ തിരഞ്ഞെടുപ്പിൽ അവർ അഴിമതിക്കെതിരെ പോരാടി. 2019-ലെ തിരഞ്ഞെടുപ്പിൽ പുൽവാമയും മറ്റ് പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. ഇത്തവണ അവർ രാമക്ഷേത്രം കൊണ്ടുവരാൻ ശ്രമിച്ചു. എന്നാൽ രാമമന്ദിറിനൊപ്പം അവർ ജാതി സംയോജന പ്രശ്നം കെട്ടിപ്പടുക്കാൻ ശ്രമിച്ചു. കാരണം ഉത്തർപ്രദേശ് ജാതികളുടെ പരകോടിയാണ്. BJP ഏറെ ഗ്രഹപാഠം ചെയ്തിട്ടുണ്ട്. അതിനാൽ ഇത് ജാതികളുടെ ഒരു ഘടകമായിരുന്നു. ഇത് അഖിലേഷിന് മനസ്സിലായി. അതുകൊണ്ടാണ് അഖിലേഷും PDAക്ക് വേണ്ടി പ്രവർത്തിച്ചത്. അദ്ദേഹം PDA, പിച്ച്ഡ, ദളിത്, ആദിവാസി എന്നിവയെ സംയോജിപ്പിച്ചു. അതിനാൽ ഇരുവശത്തും ആളുകൾക്ക് ഏകീകൃത ജാതികളുണ്ട്. ഇതിൽ 62 മുതൽ 63 വരെ സീറ്റുകൾ കഴിഞ്ഞ 2019 തെരഞ്ഞെടുപ്പിൽ നേടിയതുപോലെ ഇത്തവണ 1-2 സീറ്റുകൾ കുറയുമെന്നാണ് പ്രവചനം. ആളുകളിൽ ഭയം ഉള്ളതിനാൽ അത്തരം കാര്യങ്ങളിൽ അത് കുറക്കാം, അല്ലെങ്കിൽ അത് അതേപടി തുടരാം. ഡോറാബ്, നിങ്ങളുടെ കാഴ്ചപ്പാട് എന്താണ്? നിങ്ങൾ ഒരു കണക്ക് നൽകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്നല്ല, പൊതുവെ. താങ്കൾ നേരത്തെ പറഞ്ഞത് 60, 70 ആയാലും UPയിൽ NDA വളരെ പ്രബല ശക്തിയാണ് എന്നതിൽ സംശയമില്ല. 2019-ലെ 9, 10 സീറ്റുകൾ BJPയോ NDAയോ 5% താഴെ ഭൂരിപക്ഷത്തിൽ വിജയിച്ച കാര്യം മറക്കരുത്. അതിനാൽ കാര്യങ്ങൾ ദ്രാവകമാണ്. പക്ഷേ അത് വളരെ പ്രബലമായ പാർട്ടിയാണ്, സംശയമില്ല. ഒരു വൈകി സ്വിംഗ് ഉണ്ടാകുമോ? വൈകിയുള്ള സ്വിംഗ്, നേരത്തെയുള്ള സ്വിംഗ് ഇല്ല. എല്ലാം സ്വിംഗ്. എല്ലാം സാധ്യമാണ്. ശരിയാണ്, അതുതന്നെ. ഇതെല്ലാം കേട്ടിട്ട് നിങ്ങൾ ഞങ്ങളെപ്പോലെ ആശയക്കുഴപ്പത്തിലല്ലെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പക്ഷേ ഇത് വളരെ വൈവിധ്യപൂർണമായ ഒരു സംസ്ഥാനമാണ്. ശരിക്കും മികച്ച രാഷ്ട്രീയ മനസ്സുകളും വ്യക്തമായ ആളുകളും നിറഞ്ഞതാണ്. ഞങ്ങൾ ഈ അവസ്ഥ ശരിക്കും ആസ്വദിച്ചു. വോട്ടർമാരോട് സംസാരിക്കുന്നത് ഞങ്ങൾ ആസ്വദിച്ചു. ഈ സംസ്ഥാനം യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. എല്ലാം സമയത്തിനെ ആശ്രയിച്ചിരിക്കുന്നു. കണ്ടതിന് നന്ദി.